പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന അൾത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം, ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാർന്ന് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഉച്ച മുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല,
അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവിനെ നയിക്കുവാവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കാൻ, ഈ ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടി ദൈവം തന്നിരിക്കുന്നത് അവിടുത്തെ വാഗ്ദാനങ്ങൾ നമ്മൾ പ്രാപിക്കാൻ വേണ്ടിയാണ്. അഥവാ വാഗ്ദാനത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തന പദ്ധതിയാണ് ഉടമ്പടി. വാഗ്ദാനം പ്രാപിക്കുന്നതിന് ഇപ്പോൾ ഓരോ വിഷയം, എല്ലാ ബൈബിളിൻ്റെ ഒരു വിഭാവനയിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് ഉതകുന്നതും ലക്ഷ്യം ഉൾപ്പെടെ എല്ലാം, ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ലക്ഷ്യം, മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ, നിലനിൽപ്പിന് ആവശ്യമായവ, ജോലി, വീട്, വിവാഹം, മക്കൾ, അങ്ങനെ എന്ത് സംഭവം, പ്രൊമോഷൻ, PR, ഇങ്ങനെയൊക്കെ എന്ത് സംഭവം വന്നാലും ജീവിതം വരെ ഐഹികമായിട്ടുള്ള കാര്യങ്ങളാണത്. എല്ലാം ബൈബിള് വാഗ്ദാനം എന്ന ഒരു മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യണത്. അപ്പോൾ നമ്മൾ അനുഗ്രഹം എന്ന് പറയുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ അനുഗ്രഹങ്ങൾ നോക്കിക്കാണുമ്പോൾ അത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മൾ പ്രാപിച്ചു എന്നാണ് എൻ്റെ ഗ്രാമർ എന്ന് പറയുന്നത്. ഈ വാഗ്ദാനം പ്രാപിക്കാൻ ഒന്നാമത്തെ ഘട്ടം, അതിനൊരു 4 ഘട്ടങ്ങൾ ബൈബിളിലുണ്ട്. വാഗ്ദാന നാട്ടിലോട്ട് ഇവർ ചെല്ലുമ്പോൾ 4 ഘട്ടങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൽ എല്ലാ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും ഒരു ഘട്ടമെങ്കിലും നമ്മൾ വളരെ ഗുരുതരമായ രീതിയിൽ നിശ്ചിതമായി നിരീക്ഷിച്ച് അർത്ഥവത്തായിട്ട് നടപ്പിൽ വരുത്തേണ്ടതാണ്. ഒരു ഘട്ടം വെച്ച് കഴിഞ്ഞാൽ ഒരു ഘട്ടം മാത്രം പോരെന്നല്ല. അതായത് ഈ തുടക്കക്കാരെ ഉദ്ദേശിച്ചാണ് അങ്ങനെ പറയണത്. തുടക്കക്കാർ ഒരു ഘട്ടമെങ്കിലും, ഇപ്പം എന്താണ് ഘട്ടമെന്ന് പറയണത്? ഒന്നാമത്തേൽ വാഗ്ദാന നാട് പ്രാപിക്കാൻ ഈജിപ്തിൽ നിന്ന് ഇറങ്ങിയ ജനം ആദ്യമേ കണ്ടത് എന്താണ്? ചെങ്കടല. ചെങ്കടൽ ഒരു ഹഡിൽസാണ്, തടസ്സമാണ്. ഈ ചെങ്കടലിന് ആൾക്കാർ അതിൻ്റെ ആ പ്രക്രിയ, അത് കടന്നു പോകുന്നൊരു പ്രക്രിയയാണ്. മോസസിൻ്റെ വിശ്വാസവും മോസസിൻ്റെ നേതൃത്വത്തിന് ദൈവത്തിൻ്റെ സാന്നിധ്യവും അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ജനം മോസസിൻ്റെ ഉൾപ്പെടെ ഒപ്പമാണിത് കടന്നു പോണത്. ഈ കടന്നു പോകുന്നതിനെക്കുറിച്ച് അതിനൊരു സ്പിരിച്വൽ മീനിങ് കൊടുത്തിട്ടുണ്ട് ബൈബിള്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുമ്പോഴും ഈ ഒരു സ്പിരിച്വൽ പ്രക്രിയ മസ്റ്റായിട്ട് നമ്മൾ നടന്നുവെന്ന് ഉറപ്പ് വരുത്തണം. അതേതാണ് സ്പിരിച്വൽ പ്രക്രിയ? ചെങ്കടലിൻ്റെ സ്പിരിച്വൽ എന്തോ ഒരു വലിയ ആത്മീയതയുടെ ഭൗതികമായ പ്രതീകമാണ് ചെങ്കടൽ കിടക്കുക എന്നുള്ളത്. അതിനെക്കുറിച്ച് പറയണത് പൗലോസ് അപ്പോസ്തലനാണ് പറയണത്. പൗലോസ് അപ്പോസ്തലൻ എപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് ഒത്തിരി ചിന്തിച്ചിട്ടുള്ള, ധ്യാനിച്ചിട്ടുള്ള ഒരാളാണ് പൗലോസ് അപ്പോസ്തലൻ. 1 കൊരിന്ത്യൻസ് 10-ാം അധ്യായം 1 മുതൽ 2 വരെ വാക്യങ്ങൾ. സഹോദരങ്ങളെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിൽ ആയിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മേഘത്തിലും
മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ശരിക്കും പറഞ്ഞാൽ എന്ത് തിയോളജിക്കൽ ഡെപ്തുള്ള സംഭവമാണെന്നറിയത്. മോശയോട് അത് നമ്മളുടെ ക്രിസ്ത്യാനിറ്റിയിൽ ക്രിസ്തുവിനോട് ചേരുന്നതിന് സമാന്തരമായിട്ടാണ് മോശയോട് ചേർന്ന് പറയണത്. എവിടെയൊക്കെയാണ് സ്നാനം പറ്റത്? മേഘത്തിലും അതുപോലെ തന്നെ കടലിലും. അപ്പോൾ സ്നാനമേൽക്കുന്നതിന് തുല്യമായിട്ടാണ് ഈ ചെങ്കടലിലൂടെ കടന്നു വന്ന് അതിൻ്റെ സ്പിരിച്വൽ മീനിങ്, ആത്മീയമായിട്ടുള്ള അർത്ഥവത. എന്തിനാണ് ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആത്മീയമായ ഒരു പ്രക്രിയ നടക്കാതെ നമ്മൾ ജോലി കിട്ടി, വീട് കിട്ടി, എന്നിട്ട് ആ വ്യക്തിക്ക് ആത്മീയ മാറ്റങ്ങളൊന്നുമില്ല. ആ വ്യക്തി പഴയതുപോലെ തന്നെ ജഡികനായി തോന്നിവാസിയായി ജീവിക്കുമ്പോൾ സ്നാനം ഏൽക്കാത്തതാണ്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കഴിയുമ്പോൾ ഈ അനുഗ്രഹം നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരും. അത് ഈശോയുടെ ഒരു പ്രധാനപ്പെട്ട പ്രമേയങ്ങളിലൊന്നാണ് അനുഭവിക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങൾ. പാപാവസ്ഥയിൽ നമ്മൾ നേടിയെടുക്കുന്ന ആനുകൂല്യങ്ങളെ നമുക്ക് പക്ഷേ അനുഭവിക്കാൻ പറ്റത്തില്ല. അതാണ് ഈശോ പറഞ്ഞത്, എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് പറയും, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. കർത്താവിൻ്റെ കൂടെ അല്ലാതെ നമ്മൾ നേടുന്ന അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടാതെ പോകും. ജോലിയായാലും കുടുംബജീവിതമായാലും. അപ്പോൾ അനുഗ്രഹം ഉള്ളതുപോലെ തന്നെ അനുഗ്രഹം കിട്ടുന്നത് പോലെ പ്രധാനപ്പെട്ടതാണ് അത് അനുഭവിക്കാനുള്ള യോഗ്യത. ആ വചനം എടുത്തേ, ലൂക്ക 11:23. എന്നോട് കൂടെയല്ലാത്തവൻ എനിക്കെതിരാണ്. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അപ്പോൾ എൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഉടമ്പടിയിലുള്ള ആൾക്കാരെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കർത്താവിൻ്റെ കൂടെയാണോ ശേഖരിക്കണത്. ആരുടെ കൂടെ ശേഖരിക്കാവേ? കർത്താവിൻ്റെ കൂടെയാണ് ശേഖരിക്കണമെങ്കിൽ വിശുദ്ധിയോട് വേണം ഈ വിഷയങ്ങളെ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അനുഭവിക്കാം. യേശുവേ നന്ദി. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ പരിശുദ്ധമായ അൾത്താരയിൽ എന്നെ നിർത്തിയതിന് അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷെർലി, സ്ഥലം കൊല്ലം. ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് 27/10/2023 എൻ്റെ ഇടവക സെയിൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് നീണ്ടകരയാണ്. കൃപാസനം അറിഞ്ഞത് കൃപാസനം പത്രം വഴിയാണ്. ഒരു ചേച്ചി തന്ന കൃപാസനം പത്രത്തിൽ കൂടെയാണ് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. 2012 ലെഫ്റ്റ് സൈഡിൽ ബ്രസ്റ്റിൽ ഒരു മുഴ ഉണ്ടാവുകയും അത് വലുതാണ്, അത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്തു. ഇനി മേലാൽ അത് വരില്ല എന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു. പക്ഷേ 2018 എനിക്കൊരു സംശയം തോന്നി. സ്കാൻ ചെയ്തപ്പോൾ അതേ സ്ഥലത്ത് തന്നെ മുഴ ഗ്രോ ചെയ്യുന്നെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ നിങ്ങളിത് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്ത സ്ഥലത്ത് തന്നെ വീണ്ടും കത്തി മുറിക്കണമല്ലോ എന്നോർത്ത് ഞാൻ ഒത്തിരി വിഷമിച്ചു. ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് അമ്മയെടുത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുക്കളായ വെഞ്ചരിച്ച ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിൻ്റെ ഫലമായി പെട്ടെന്ന് ഒരു ദിവസം തന്നെ ഈ മുഴ അപ്രത്യക്ഷമാകുകയും ചെയ്തു. രണ്ടാമത് എനിക്ക് ജോയിൻറ്റിൻ്റെ വേദന ഉണ്ടായിരുന്നു. ഒത്തിരി കാലമായിട്ട് 1 വർഷത്തോളം അത് കടുത്ത് കാൽപാദം വരെ എത്തി. കാലിലെല്ലാം നീരായി, ഒട്ടും നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായി. അങ്ങനെ റിമാറ്റോളജിസ്റ്റിനെ പോയി കാണുകയും അപ്പോൾ റിമാറ്റോളജിസ്റ്റ് പറഞ്ഞു, നിങ്ങൾക്കിത് ജീവിതകാലം മൊത്തം ഈ അസുഖം ഉണ്ടായിരിക്കുകയും ഈ തരുന്ന മരുന്ന് കഴിക്കുകയും ചെയ്യണം. പക്ഷേ ഈ മരുന്നിന് ഒത്തിരി സൈഡ് എഫക്ട്സ് ഉണ്ട്. ഈ മരുന്നാണ് ഉള്ളതിൽ ഭേദപ്പെട്ട മരുന്ന്, അല്ലാതെ വേറെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സൈഡ് എഫക്ട്സ് പറഞ്ഞ കൂട്ടത്തിൽ ഒത്തിരിയും സൈഡ് എഫക്ട്സ് എനിക്ക് അല്ലാതെ തന്നെ ഉണ്ട് താനും. അപ്പം ഞാൻ വിചാരിച്ചു, ഇനിയും ഈ മരുന്ന് കഴിച്ച് ഒന്നും കൂടി ഞാൻ തളർന്നു പോകുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് വീണ്ടും
പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി വസ്തുക്കളായ വെഞ്ചിരിച്ച തൈലവും ഉപ്പും തേനും ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാ ദിവസവും ഉപയോഗിക്കുകയും ചെയ്തു. ഇപ്പോഴാകട്ടെ എൻ്റെ ബ്ലഡ് വാല്യൂസ് എല്ലാം നോർമലാണ്. നീരെല്ലാം മാറി കാലിൽ എനിക്കിപ്പോൾ ചെരുപ്പില്ലാതെ നിൽക്കുകയും നടക്കുകയും ചെയ്യാൻ പറ്റും. പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. കൂടാതെ ഞാൻ 10 വർഷമായിട്ട്, അടുത്ത സാക്ഷ്യം 10 വർഷമായിട്ട് ഞാൻ തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതും മരുന്ന് നിങ്ങൾ ജീവിതകാലം മൊത്തം കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞതാണ്. എന്നാൽ അമ്മയുടെ പരിശുദ്ധമായ വെഞ്ചരിച്ച ഉടമ്പടി വസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിൻ്റെ ഫലമായി എൻ്റെ ബ്ലഡ് വാല്യൂസ് പിന്നെയും നോർമലായി. അത് നിർത്താനും അമ്മ അനുഗ്രഹിച്ചു. പിന്നെ അടുത്ത സാക്ഷ്യം, എൻ്റെ തലയിലിങ്ങനെ ഒത്തിരിയും കുഞ്ഞു മുഴകൾ വരുമായിരുന്നു. ഈ മുഴകൾ കാരണം എനിക്ക് തലമുടി ചീക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഈ മുഴകളിൽ ഭയങ്കര വേദനയാണ് താനും. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിനെയും ഞാൻ വെഞ്ചരിച്ച വസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലി തലയിൽ പുരട്ടുകയും ഉടമ്പടി തൈലം പുരട്ടുകയും വെഞ്ചരിച്ച ഉപ്പും എല്ലാം ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ആ മുഴകൾ ഒട്ടും തന്നെ കാണാനില്ല. അടുത്ത സാക്ഷ്യം, മുട്ടിന് എനിക്ക് വേദന ഉണ്ടായിരുന്നു. അപ്പം നടക്കാൻ പ്രയാസമായിരുന്നു. ഇപ്പം നടക്കുമ്പോൾ ഇങ്ങനെ ടക്ക് ടക്കെന്നും പറഞ്ഞിങ്ങനെ ശബ്ദം കേൾക്കുമായിരുന്നു. ഭയങ്കര വേദന, മുട്ടൂത്തി ഇരിക്കാനും പാടായിരുന്നു. പരിശുദ്ധ അമ്മയടുത്ത് ഇവിടെ വന്ന് കൃപാസനം വന്ന് പ്രാർത്ഥിക്കുകയും വെഞ്ചരിച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ എനിക്ക് മുട്ടുവേദന ഒട്ടും തന്നെ ഇല്ല. മുട്ടുമടക്കി എത്ര നേരം വേണമെങ്കിലും എനിക്ക് ഇരിക്കുകയും ചെയ്യാം. ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അടുത്ത സാക്ഷ്യം, എൻ്റെ ആയിട്ടുള്ള ഒരു സ്ഥലം 1 വർഷത്തോളം അത് വിൽക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയായിരുന്നു. അതിങ്ങനെ പറ്റുന്നില്ലായിരുന്നു. ഇവിടുന്ന് ഉടമ്പടി വസ്തുവായ വെഞ്ചരിച്ച ഉപ്പ് ഞാൻ ആ സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ അത് പെട്ടെന്ന് തന്നെ എനിക്ക് നല്ല വിലയ്ക്ക് അത് വിൽക്കാൻ സാധിച്ചു. എൻ്റെ അടുത്ത സാക്ഷ്യം, എൻ്റെ വീടിൽ ഒത്തിരിയും പാമ്പുകളുടെ ശല്യം ഉണ്ടായിരുന്നു. ഒരിടയ്ക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്നുള്ള മണ്ണ് എടുത്തുകൊണ്ട് പോയി ഉടമ്പടി ഉപ്പുമായിട്ട് മിക്സ് ചെയ്തിട്ട് വീടിൻ്റെ 4 സൈഡും വിശ്വാസ പ്രമാണം ചൊല്ലി അത് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ ഇതിൻ്റെ പാമ്പുകളുടെ ഒരു ശല്യം തന്നെ ഇല്ല. ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രാർത്ഥനയായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് കൃപാസനം പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി അത് മൊത്തം വായിച്ചതിന് ശേഷം വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ഓരോ പത്രത്തിലും അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഓരോ മക്കൾക്കും കൊടുക്കുന്നത്. ഇവിടുത്തെ കാര്യങ്ങളെ പറഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. വളരെ സ്നേഹത്തോടു കൂടെ തന്നെ എല്ലാവരും വാങ്ങിക്കുകയും ചെയ്യും. വേണ്ട എന്ന് പറയുന്നവർക്ക് ഞാനത് കൊടുക്കത്തുമില്ല. അടുത്തതായിട്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവുകയും എല്ലാ രോഗികളെ പോയി സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇപ്പോൾ മിക്കവരും കാണുമ്പോൾ തന്നെ പറയും, കൃപാസനത്തു നിന്നാണെങ്കിൽ ഉടമ്പടി തൈലമുണ്ട്, ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കണേ എന്ന് പറയും. അത്രയ്ക്കും വിശ്വാസമാണ് ആൾക്കാർക്ക്. ഇപ്പം ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും അപ്ലൈ ചെയ്ത് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. കൃപാസനത്തെക്കുറിച്ച് പറയുകയും ചെയ്യും. കൃപാസനം പത്രം വേണ്ടവർക്ക് കൊടുക്കുകയും ചെയ്യും. കൂടാതെ ക്യാൻസർ പേഷ്യൻസിനെയും പോയി കാണുകയും അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം കൊടുക്കുകയും ചെയ്യും. അല്ലാതെ തന്നെ ഞങ്ങൾ വീട്ടിൽ തന്നെ ബൾക്കായിട്ട് ബെഡ്ഷീറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ അകത്തുനിന്ന് കൊണ്ടുപോയി ഓരോ മക്കൾക്കും കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും. അടുത്തത് ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിലും ചിൽഡ്രൻസ് ഹോമിലെല്ലാം ഞങ്ങൾ പോവുകയും ഈ ഞങ്ങൾ വാങ്ങിച്ച ബെഡ്ഷീറ്റ് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും. ആഹാരമായിരുന്നാലും കൊടുക്കും. കൂടാതെ സാമ്പത്തിക സഹായം അവർക്ക് വേണ്ടുന്ന വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ചെയ്തു കൊടുക്കുന്നതാണ്. അടുത്തതായിട്ട് എൻ്റെ മകന് ക്യാമ്പസ് സെലക്ഷൻ കിട്ടുന്നില്ലായിരുന്നു. വേറെയും ഒത്തിരി ടെസ്റ്റും എല്ലാം എഴുതിയിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു. ഈ ഉടമ്പടി വസ്തുക്കളായ വിശുദ്ധ തൈലവും വിശുദ്ധ ഉപ്പും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് അവനിപ്പോൾ ഒരു നല്ല ജോലി നൽകി അമ്മ സഹായിച്ചു. IT ഓഫീസറായിട്ട് അവൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. ആത്മീയ ജീവിതമായിട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി ഹോളി മാസ് കാണുകയും ചെയ്യും. ബൈബിൾ റീഡിങ് 1/2 മണിക്കൂറല്ല അതിൽ കൂടുതൽ വായിക്കുകയും ചെയ്യും. കൂടാതെ അച്ഛൻ്റെ
എല്ലാ ചൊവ്വാഴ്ചയുള്ള ധ്യാനം കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യും. രാവിലത്തെ 5:30 ഉടമ്പടി ധ്യാനം രാവിലത്തെ ധ്യാനവും കാണുകയും അല്ലാതെ സാക്ഷ്യങ്ങൾ കാണുകയും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. സാന്നിധ്യമായിട്ട് ഒരു പ്രാവശ്യം ഞാൻ വണ്ടിയിൽ പോകുകയായിരുന്നു. അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ അവിടെ വെച്ച് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വലിയൊരു ലോറി വരികയായിരുന്നു. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു, ഞാൻ ഈ ലോറിയുടെ അടിയിലോട്ട് പോയാൽ എന്തായിരിക്കും അവസ്ഥയെന്ന്. പെട്ടെന്ന് എൻ്റെ അടുത്ത് നിന്ന് ആരോ പറയുന്ന കണക്ക് ഒരു വോയിസ്, ശക്തമായിട്ടുള്ള ഒരു വോയിസ്, അതിങ്ങനെയാണ് പറഞ്ഞത്: നിങ്ങളെക്കുറിച്ചുള്ള ഒരു പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഷോക്കായി. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്വരം കേൾക്കുന്നത്. എനിക്ക് ക്ലിയർ അല്ലായിരുന്നു ഇത് യെശയ്യാ പ്രവാചകൻ്റെ ആണോ ജെറമ്യാ പ്രവാചകൻ്റെ ആണോ എന്ന് എനിക്ക് തീർച്ചയല്ല. ഞാൻ വീട്ടിൽ ചെന്ന് ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ജെറമ്യാ 29:11 അങ്ങനെ ഒരു വലിയ അനുഭവം എനിക്കുണ്ടായി. കൂടാതെ ഒരു പ്രാവശ്യം ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് തന്നെ ഒരു സാന്നിധ്യം, ശക്തമായ ഒരു സാന്നിധ്യം ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയാണ്. അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ജോസഫ് അച്ഛന് ബ്ലസ് ചെയ്യുന്നതായിട്ട് സ്വപ്നം കണ്ടായിരുന്നു. മെഴുകുതിരിയിൽ ഒത്തിരി പ്രാവശ്യമായിട്ട് അമ്മയുടെ രൂപവും കൂടാതെ തിരുഹൃദയത്തിൻ്റെ രൂപം വന്നിട്ടുണ്ട്. അമ്മ എനിക്ക് ചെയ്തു തന്ന മാധ്യസ്ഥം നൽകി എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഇനിയും ഞാൻ തുടർന്ന് ജീവിതത്തിൽ ഉടമ്പടി തന്നെ ആയിരിക്കും ഞാൻ ഉറപ്പ് തരുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അവിടുന്ന് ഹൃദയം തകർന്നവനെ അവൻ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നു. സങ്കീർത്തനം 147 3 തകർന്നവരെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ കൂടെയുള്ളത്. ശാരീരികമായിട്ടുള്ള രോഗങ്ങളോ മുറിവുകളോ മാത്രമല്ല, അവിടുന്ന് നമ്മുടെ ആത്മാവിനെ ആശ്വസിപ്പിക്കുകയും ഉള്ളിലെ വേദനയെ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന നിരാശകളും ബന്ധങ്ങളിൽ വരുന്ന തകർച്ചകളും കുടുംബ പ്രശ്നങ്ങളും പ്രതിസന്ധികളോ സാമ്പത്തിക പ്രശ്നങ്ങളോ ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിലെ മുറിവുകളാണ്. കൃപാസനം ഉടമ്പടി ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഉറച്ച വിശ്വാസത്തിലുള്ള ഒരു ആത്മീയ പ്രതിജ്ഞയാണ്, ഒരു ആത്മീയ ബന്ധമാണ്. ഉടമ്പടിയിലൂടെയാണ് നമ്മുടെ ഓരോ വേദനകളും നാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ഇടയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നതും. കൃപാസനം മാതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തകർന്ന ഹൃദയങ്ങളെ ദൈവം പുതുക്കുന്നതായിട്ടാണ് നാം ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷേർലി പീറ്റർ എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ ആദ്യമായി കൃപാസനത്തെപ്പറ്റി കേൾക്കുകയും ഈ മൾക്ക് 2012 ലെഫ്റ്റ് സൈഡിൽ ബ്രസ്റ്റിൽ ഒരു ലംബ് ഉണ്ടാവുകയും പിന്നീട് അതൊരിക്കലും വരില്ല എന്നാണ് ഡോക്ടേഴ്സ് അന്ന് പറഞ്ഞത്. പക്ഷെങ്കിൽ അത് വീണ്ടും വരികയും പിന്നീട് അതിന് ഒരു സെക്കൻഡ് ഓപ്പറേഷൻ വേണമെന്നാണ് സജസ്റ്റ് ചെയ്തത്. പക്ഷെങ്കിൽ ഷേർലി എന്ന സഹോദരി പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വരികയും അമ്മയുടെ ഉടമ്പടി എടുക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച് ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ മുഴ അപ്രത്യക്ഷമാവുകയാണ്. പിന്നീടുണ്ടായിരുന്ന പല രോഗസൗഖ്യങ്ങളാണ്. ആമവാതത്തിൽ നിന്നും ഹൈപ്പോ തൈറോയിഡിൽ നിന്നും തലയിലുണ്ടായിരുന്ന മുഴയിലും മുട്ടുവേദനയുമെല്ലാം ഈശോയുടെയും അമ്മയുടെയും വലിയ കൃപ കൊണ്ടാണ് രോഗസൗഖ്യം ലഭിച്ചത്. ഇതെല്ലാം പല പ്രാവശ്യവും ഡോക്ടേഴ്സിനെ കണ്ടെങ്കിലും പല ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും എല്ലാം ടെമ്പററി റിലീഫ് മാത്രമായിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടി എത്തിയതിന് ശേഷം നേർച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചാണ് ഈ മകൾക്ക് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിച്ചത്. ആമവാതത്തിനൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞത് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്നാണ്. എല്ലാ ദിവസവും ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പൂർണ്ണ സൗഖ്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഹൈപ്പോ തൈറോയിഡ് 10 വർഷത്തോളം ഉണ്ടായിരുന്ന രോഗമാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ്. ഉടമ്പടി വസ്തുക്കൾ വിശ്വാസത്തോടെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് പൂർണ്ണ സൗഖ്യം കിട്ടിയത്.
പിന്നീട് ഒരു സ്ഥലം വിൽക്കുന്ന കാര്യമായിരുന്നു. 1 വർഷത്തോളം സ്ഥലം വിൽക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ നടന്നില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അവിടെയും ഈശോയും അമ്മയും ഇടപെടുകയും ആ സ്ഥലം വിൽക്കുവാൻ സാധിക്കുകയും ചെയ്തു. പിന്നീടുണ്ടായിരുന്നത് പാമ്പുകളുടെ ശല്യമായിരുന്നു. അവിടെയും ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കരുതലും സംരക്ഷണവുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃപാസനം ഉടമ്പടിയിൽ മാതാവിൻ്റെ ഇടപെടലിലൂടെ ദൈവകൃപയും സംരക്ഷണവുമാണ് നമുക്ക് ലഭിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 16:18 പറയുന്ന പോലെ, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്ത് കടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യുമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഉടമ്പടിയിൽ കാണുന്നതും അതുതന്നെയാണ്. നമുക്ക് രോഗം സൗഖ്യപ്പെടുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ സംരക്ഷണവും രോഗസൗഖ്യവും സമാധാനവും സന്തോഷവും ഒക്കെ നമ്മുടെ ജീവിതത്തിലാവുന്നത്. ഈ മകൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോഴും ബെഡ്ഷീറ്റ് കൊടുക്കുകയും ചിൽഡ്രൻസ് ഹോം, ഓൾഡേജ് ഹോം ഒക്കെ വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാം ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനും ചെയ്യുവാനുള്ള ഒരു തീഷ്ണത, അതെല്ലാം കൂടെയൊക്കെ നോക്കിക്കൊണ്ടാവാം ഒരുപക്ഷെ ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഈ രോഗസൗഖ്യവും മകന് കിട്ടിയ IT ഓഫീസറായിട്ടുള്ള ജോലിയുമെല്ലാം. ഈശോയും അമ്മയും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കാര്യവും നോക്കിക്കാണുന്നത് അവരാണ്. എല്ലാം അങ്ങ് വിട്ടുകൊടുത്താൽ മാത്രം മതി. ഈ മകൾക്ക് പല പ്രാവശ്യവും സ്വപ്നത്തിലൂടെ ജോസഫസിനെ കാണുവാനും തിരിയിൽ അമ്മയുടെ സാന്നിധ്യം ലഭിക്കുവാനും സാധിച്ചു. അത് മാതാവിൻ്റെ രൂപത്തിലും ഹൃദയത്തിൻ്റെ രൂപത്തിലുമൊക്കെയാണ്. പലപ്പോഴും ഉടമ്പടി മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യം അമ്മ ഉണ്ടോ, അമ്മ കൂടെയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അമ്മ ഒരു അടയാളം കൊടുക്കുകയാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ ഇടപെടൽ എപ്പോഴും കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഉടമ്പടിയിൽ കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഷേർലി പീറ്ററിനും കുടുംബത്തിന് ലഭിച്ച ഈ വലിയ രോഗസൗഖ്യങ്ങൾക്ക് നിൻ്റെ പ്രയത്നങ്ങൾ കർത്താവിൽ അർപ്പിക്കുക, അപ്പോൾ നിൻ്റെ പദ്ധതികൾ ഫലമണിയും. എൻ്റെ പേര് മോബിൻ ടൈറ്റസ്, ഇതെൻ്റെ വൈഫ് ജിസ്മരിയ, എൻ്റെ അമ്മ ശോഭ ടൈറ്റസ്. ഞങ്ങൾ മരടിൽ നിന്ന് വരുന്നു. ഞാനിവിടെ എനിക്ക് കൃപാസനം മാതാവ് നേടുത്തുന്ന വലിയൊരു സാക്ഷ്യത്തെ പറ്റി പറയുകയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ പേസ്ട്രി ഷെഫായിട്ട് ജോലി ചെയ്യുന്നു. താജ് വിവാന്ത എറണാകുളത്ത് ജോലി ചെയ്യുന്നു. ഞാൻ 7 കൊല്ലമായി ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇത് 2023 ജൂൺ 29 ഞാൻ ഉടമ്പടി എടുത്തത്. അതുവരെയും ഞാൻ പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയായിരുന്നു. അമ്മ 2017 ഉടമ്പടി എടുത്ത ആളാണ്. അപ്പോൾ അങ്ങനെ പ്രചോദനം കിട്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. 2019 ഞാൻ ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്തത്. പക്ഷേ കോവിഡൊക്കെ വന്നപ്പോഴാണ് ലേറ്റായി ഇത്ര നീണ്ടുപോയത്. ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ മാതാവിൽ അടിയുറച്ച് വിശ്വസിച്ച് മാതാവ് എനിക്ക് എൻ്റെ ഓരോന്ന് സ്കിൽ അസസ്മെൻ്റ് ഈ ഓസ്ട്രേലിയക്ക് അപ്ലൈ ചെയ്യേണ്ടി വന്നപ്പോൾ സ്കിൽ അസസ്മെൻറ്റും PT ഒക്കെ പഠിക്കേണ്ട അവസരം വന്നു. അപ്പോൾ അത് മാതാവ് ഓരോ കാര്യങ്ങളും എനിക്ക് ചെയ്ത് തന്നു പ്രചോദനം നൽകിയ അനുസരിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. സ്കിൽ അസസ്മെൻറ്റിൽ മെയിനായിട്ട് എന്നോട് ചോദിച്ചത് 5 മണിക്കൂർ ഇൻ്റർവ്യൂ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ 22 ഐറ്റംസ് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണം. പേസ്ട്രി ഷെഫ് ആയതുകൊണ്ട് 22 ഐറ്റംസ് എനിക്ക് ഉണ്ടാക്കി ഫോണിൽ കാണിച്ചു കൊടുത്തൊരു വീഡിയോ അയച്ചു കൊടുക്കേണ്ട ഒരു എക്സാമായിരുന്നു. ഞാൻ കേക്കും ബ്രെഡൊക്കെ ഓരോന്ന് ഉണ്ടാക്കി. അത് ചില ഐറ്റംസാണ് സിയാബാറ്റ് എന്ന് പറയും, ഇറ്റാലിയൻ ബ്രെഡാണ്. പിന്നെ മാക്കറോൺസ്, അത് ഫ്രഞ്ച് ഐറ്റമാണ്. അതുപോലെ തന്നെ വെഡ്ഡിങ് ഫ്ലോറൻറ്റൈൻ എന്നൊക്കെ പറയുന്ന ഐറ്റംസാണ് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നത്. അതൊക്കെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കേണ്ട അവസരങ്ങൾ പോലും ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളായ മാതാവിൻ്റെ എണ്ണയും ഉപ്പും ആ ഇൻഗ്രീഡിയൻസിന്മേൽ ഇട്ട് ആണ് ഉണ്ടാക്കി കാണിച്ചുകൊണ്ടിരുന്നത്. ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പുമാണ് ഞാൻ അങ്ങനെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാനിരിക്കുന്ന ഇൻഗ്രീഡിയൻസിന്മേൽ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിച്ച് കാണിച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ഓരോന്ന് ചെയ്യുമ്പോഴും മാതാവ് അത് കറക്റ്റായിട്ട് എൻ്റെ കുറവുകളെല്ലാം നികത്തി എല്ലാം മാതാവ് ചെയ്ത് തന്നുകൊണ്ടിരുന്നു.
അങ്ങനെ ആ എക്സാം എല്ലാം പാസ്സായി. അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂവിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും മാതാവ് എനിക്ക് ഒരു ദർശനത്തിൽ കാണിച്ചെന്ന പോലെ ഉത്തരങ്ങളെല്ലാം ഒഴുകി വരുന്നത് പോലെ എനിക്ക് വരുത്തി കാണിച്ചു തന്നു. അതുപോലെ തന്നെ എനിക്ക് സ്കിൽ അസസ്മെൻ്റെല്ലാം പറയാൻ പറ്റി. 5 മണിക്കൂറുള്ള ഇൻ്റർവ്യൂ എല്ലാം കറക്റ്റായിട്ട് മാതാവ് എല്ലാം വഴിയെടുത്തി തന്നു. അതോടൊപ്പം തന്നെ സ്കിൽ അസസ്മെൻറ്റ് ചെയ്തു തുടങ്ങിയപ്പോൾ മാതാവ് ഒരു ഓസ്ട്രേലിയയിലൊരു ലേഡിയെ റെഡിയാക്കി തന്നു. ആ ലേഡി വഴി മാതാവ് പ്രവർത്തിച്ചു. എനിക്ക് സ്കിൽ അസസ്മെൻറ്റൊക്കെ പെട്ടെന്ന് റെഡിയാക്കുകയും 7 കൊല്ലം എന്നുള്ളത് സമയച്ചുരുക്കി തന്നെ അമ്മ 8 മാസമായിട്ട് കുറയ്ക്കുകയും വിസക്ക് അപ്ലൈ ചെയ്തിട്ട് 8 മാസത്തിനകം തന്നെ എനിക്ക് ടിക്കറ്റും വിസയും എല്ലാം വരുത്തിച്ച് തരികയും ചെയ്തു. അതോടൊപ്പം തന്നെ സ്കിൽ അസസ്മെൻറ്റിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും എനിക്ക് പാസ്സായി, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. അടുത്തായിട്ട് എൻ്റെ വൈഫ് പറയുന്നതാണ്. അമ്മ മാതാവിന് ഈശോയ്ക്കും 1000 നന്ദി. എനിക്കൊരു 2 സാക്ഷ്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഒന്ന്, എൻ്റെ പേര് ജിസ്മരിയ, ഞാൻ മരട്ടിൽ നിന്ന് വരുന്നു. എനിക്ക് PF ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 3 പ്രാവശ്യം അപ്ലൈ ചെയ്തെങ്കിലും എനിക്ക് എപ്പോഴും റിജക്ഷൻ തന്നെയായിട്ട് വരുന്നോണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ PFന് വേണ്ടിയിട്ട് PF ഓഫീസിൽ പോയെങ്കിലും എനിക്കൊന്ന് അപേക്ഷിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ 1000 പ്രാവശ്യം നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ഞാൻ 1000 പ്രാവശ്യം എഴുതുകയും എല്ലാ ദിവസവും പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലി അതിനുവേണ്ടി മാത്രം ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് PF ഓഫീസിൽ പോയി ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യണം തോന്നി. ഞാൻ അന്ന് ചെന്നു, ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ കയറിയപ്പോൾ തന്നെ അന്ന് തന്നെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് PFൻ്റെ ഫുൾ എമൗണ്ടും എനിക്ക് വിഡ്രോ ചെയ്ത് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ മാസം എനിക്ക് ഏപ്രിൽ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ പെട്ടെന്ന് വന്നായിരുന്നു. ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ പെട്ടെന്ന് എനിക്ക് ഏപ്രിലിൽ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ വരികയും അതികഠിനമായ വേദനയായിരുന്നു. 3 ദിവസം എനിക്ക് ഉറങ്ങാനേ പറ്റിയിട്ടില്ല. അന്ന് രാത്രി മൊത്തം എനിക്ക് ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ മാതാവിൻ്റെ കാശുരൂപവും എണ്ണയും ഉപ്പുമെല്ലാം ഞാൻ ഉപയോഗിച്ച് ആ 3 ദിവസം ഞാൻ കഴിച്ചു കൂട്ടി. അതിന് ശേഷം ഞാൻ ഡോക്ടറെ അടുത്ത് പോയെങ്കിലും മെഡിസിൻ ഒരുപാട് തന്നെങ്കിലും എനിക്ക് വേദനയ്ക്കൊരു കുറവുണ്ടായിരുന്നില്ല. എപ്പോഴും ഞാൻ ഡെയിലി മാതാവിൻ്റെ ഉപ്പ് ഞാൻ വെള്ളത്തിലിട്ട് അത് ഡെയിലി കുടിക്കുമായിരുന്നു. പെട്ടെന്ന് എനിക്കൊരു ദിവസം അത് ഇങ്ങനെ പെട്ടെന്ന് കുറയുകയും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് പൂർണ്ണമായി സുഖപ്പെടുകയും ചെയ്തു. പിന്നെ ഞാനിവിടെ 3ാമത്തെ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടായിരുന്നു ഓസ്ട്രേലിയക്ക് പോകുന്ന കാര്യത്തിൻ്റെ ഡിലേ വന്നപ്പോൾ. അപ്പോൾ ഇവിടെ അച്ഛൻ്റെ ബ്ലെസ്സിങ്, ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിൻ്റെ സമയത്ത് ഞാൻ ഒരുപാട് കരഞ്ഞുമായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നെ പെട്ടെന്ന് എന്താണെന്നറിയില്ല, അപ്പോൾ അച്ഛൻ എൻ്റെ മുഖത്ത് തട്ടിയിട്ട് പറഞ്ഞു, പേടിക്കണ്ട, എന്തിനാ സങ്കടപ്പെടുന്നത്, സാക്ഷ്യം പറയാൻ എന്തായാലും വരണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അന്നോട്ട് നമുക്കൊരു പ്രതീക്ഷയാണ് എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് റെഡിയാവും എന്നുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക് മുന്നേ തന്നെ വിസ വന്നെന്നുള്ളത്. അതുപോലെ എൻ്റെ ബർത്ത്ഡേ May 23 പക്ഷേ എനിക്ക് വിസ 22 തന്നെ മാതാവ് തന്നെ അനുഗ്രഹിച്ചു. ഈശോയ്ക്ക് മാതാവിനും ഒരുപാട് നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത്, ഞാൻ ഇങ്ങനെ കൃപാസനം പേപ്പർ എല്ലാ ഓഫ് ദിവസങ്ങളായ ഞായറാഴ്ചകളിൽ ഞാൻ മാതാവ് പറയുന്ന അനുസരിച്ച് എല്ലാവർക്കും ഞാൻ ജാതി മതഭേദമന്യേ എല്ലാവർക്കും കൊടുക്കുകയും വിതരണം ചെയ്യുകയും വിശ്വാസ പ്രമാണം ചൊല്ലി തൈലമൊക്കെ നെറ്റിയിൽ പൂശി ഉടമ്പടി ലോക്കറ്റൊക്കെ കയ്യിൽ പിടിച്ച് ഞാൻ പേപ്പർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേപ്പർ കൊടുക്കുന്ന സമയത്ത് പോലീസുകാർ എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്യുകയും ഇങ്ങനെ പേപ്പർ കൊടുക്കാൻ പാടില്ല, കേസെടുക്കുമെന്നൊക്കെ പറയുകയും ചെയ്തു. അതിന് മുമ്പ് വരെ പേപ്പറൊക്കെ ഭയങ്കര പതുക്കെയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. വെച്ചാൽ അധികം ആൾക്കാരൊന്നും മേടിച്ചില്ല. പക്ഷേ ആ പോലീസുകാരൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ പേപ്പറുകളൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ തീർന്നു പോകുന്നൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് പ്രവർത്തിച്ചത്. മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് അത് നടന്നത്. എൻ്റെ മെറിറ്റുകളെല്ലാം മാതാവ് നീക്കി പൂർണ്ണമായും കൃപയിലൂടെ മാത്രം പ്രവർത്തിച്ചാണത്. അതേപോലെ തന്നെ കാരുണ്യപ്രവൃത്തികളായി ചെയ്തിരുന്നത്, ഞാൻ തൃപ്പൂണിത്തുറ താലൂക്ക് ഹോസ്പിറ്റലിൽ ഫുഡിനൊക്കെ ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് മാതാവ് തന്നൊരു കൃപയാണ്, വാട്സാപ്പിലൂടെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റൊക്കെ തുടങ്ങി ഒരു 250 പേർക്ക് ഡെയിലി ഞാൻ
ഡെയിലി അച്ഛൻ്റെ ഉടമ്പടി രാവിലത്തെ ഉടമ്പടി ധ്യാനമായ ഡെയിലി ബ്രെഡ് കാണുകയും അപ്പോൾ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം വചനവും ഷെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ കൃപാസമാധാനെ പറ്റിയും ഉടമ്പടി ധ്യാനം കാണുന്ന ആവശ്യകതയെ പറ്റിയൊക്കെ ഞാൻ ആൾക്കാരോട് എൻ്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ അനേകം വ്യത്യാസം ഈ ഉടമ്പടി വഴി മാതാവ് നടത്തി തന്നിട്ടുണ്ട്. ദിവസവും ജപമാല ചൊല്ലുവാനും അരമണിക്കൂർ ബൈബിൾ വായിക്കാനൊക്കെ മാതാവിൻ്റെ കൃപ വഴി എനിക്ക് സഹായിച്ചിട്ടുണ്ട്. ഡെയിലി കുർബാന കൂടുവാനും അത് സമർപ്പിച്ച് ഉടമ്പടി എടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൃപാസനത്തിലെ എല്ലാ ശുശ്രൂഷകർക്കും പ്രത്യേകിച്ച് ജോസഫ് അച്ഛനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും എനിക്ക് മാതാ കൃപ തന്നിട്ടുണ്ട്. ഇത്രയുമേറെ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. അടുത്ത അമ്മ. പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയായ മാതാവിൻ്റെ ഈ നടയിൽ നിന്നുകൊണ്ട് അമ്മ മാതാവിനെക്കുറിച്ച് പറയുവാനും ഞങ്ങൾക്ക് അമ്മ മാതാവ് നാളിതുവരെ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹം നന്ദി പറയാൻ നൽകിയ ഈ വലിയ അവസരത്തിൽ നന്ദി പറയുന്നു. ഞാൻ 2017 ഉടമ്പടി എടുത്താണ് അതുവഴിയായിട്ട് മക്കൾക്ക് കൊടുക്കാൻ സാധിച്ചു. അമ്മ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് നാളിതുവരെയും വഴി നടത്തിയിട്ടുള്ളത്. ഓരോ ദിവസവും മക്കളുടെ ജോലിയെപ്പറ്റി ഇങ്ങനെ പ്രതീക്ഷ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴും നിരാശ എന്ന് പറയുന്ന ഒരു കാര്യം ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല. ഏറ്റവും വലിയ മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാനത് കാണുന്നത്. ഇന്നും പ്രാർത്ഥിക്കുമ്പോൾ നാളെ ശരിയാവും, നാളെ പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊന്ന് ശരിയാവും, പിറ്റേ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ നാളെ ശരിയാവും, അങ്ങനെ ശരിയാവും എന്നുള്ളൊരു വലിയ വിശ്വാസം, വലിയൊരു പ്രതീക്ഷ മനസ്സിൽ വന്നിറയുകയും ഇന്ന് ഈ നിമിഷം ഇപ്പോൾ അടുത്ത ആഴ്ച മക്കൾ ഓസ്ട്രേലിയ പോവുകയാണ്, ജോലിയോടുകൂടി പോവുകയാണ്. അത് ഒരിക്കലും നിരാശ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടക്കില്ല എന്നൊരു തോന്നൽ പിശാചിൻ്റെ ആ വലിയ ഒരു തിന്മയുടെ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് മാതാവ് എപ്പോഴും സഹായത്തിനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് TV-യിൽ ഇങ്ങനെ മാതാവിൻ്റെ സാക്ഷി നോക്കുമ്പോൾ കൊച്ചുങ്ങൾ പറയും, അമ്മ ഞാനിങ്ങനെ കിട്ടാത്ത ഇത് മേടിക്കാൻ വേണം മോൾക്ക് മേടിക്കാണ്ട് അപ്പം എന്തെങ്കിലും കിടന്ന് പൈസ മേടിക്കാൻ. അത് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു സാക്ഷി ഒരിക്കലും നമ്മൾ കേൾക്കേണ്ടത്. പെൻഡിങ്ങിൽ പോയിരുന്ന് കിട്ടാതെ പോയിരുന്ന ആ ക്യാഷ് തിരിച്ചിട്ട്, അതുപോലെ നമ്മൾ 6,25,000 രൂപ ഒരാൾക്ക് കൊടുത്തിട്ട് അത് ഒരു പൈസ പോലും കുറയാതെ തിരിച്ചു തന്നു. കാരണം അവർ നമ്മളോട് പറഞ്ഞ ആ ഒരു സംരംഭം തുടങ്ങാൻ സാധിക്കാതെ വന്നു. അപ്പോൾ മോൻ അവിടെ ജോലി ഇല്ലാതെ ഒരവസ്ഥ വന്നപ്പോൾ അത് നമ്മൾ നഷ്ടപ്പെട്ടു പോകും. എന്താണ് അതിനെപ്പറ്റി നമുക്ക് ചിന്തിച്ചിട്ടൊരു പ്രതീക്ഷയില്ല, എന്താണ് ആ ക്യാഷിനെ പറ്റി. പക്ഷേ 1 രൂപ പോലും കുറയാതെ മാതാവ് തിരിച്ചു വന്നു. അങ്ങനെ അമ്മ മാതാവും ഈശോയെ ഒരുപാട് നാളിതുവരേക്കും ചെയ്തു തന്ന എല്ലാ അനുകൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതുകൂടാതെ ഞങ്ങൾക്ക് പിന്നെ സ്ഥിരം പ്രേക്ഷിതരായിട്ട് തീരുവാനുള്ളൊരു പ്രത്യേക അനുഗ്രഹത്തിന് വേണ്ടിയും ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊള്ളുന്നു. സ്തുതി, സ്തോത്രം, ആരാധന, മഹത്വം. അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. ഞങ്ങൾ അടുത്ത വ്യാഴാഴ്ച, അതായത് ജൂൺ 19 ഞങ്ങൾ ഓസ്ട്രേലിയക്ക് പോവുകയാണ്. അപ്പോൾ തുടർന്നും മാതാവിൻ്റെ കൂടെ തന്നെ ജീവിക്കാൻ, മരണം വരെ മാതാവിലും ഈശോയിലും മാത്രം ആഴപ്പെട്ട് ജീവിക്കുവാനും മാതാവ് കൂടെ ഉണ്ടാവാനും എല്ലാ കാര്യങ്ങളും മാതാവിൻ്റെ പ്രസൻസോട് കൂടി മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാവരും പ്രാർത്ഥിക്കണം. മാതാവിന് ഈശോയ്ക്ക് ആരും നന്ദി. എൻ്റെ ഭർത്താവിന് ആൻജിയോപ്ലാസ്റ്റി നടത്തിയാണ്. അപ്പോഴൊക്കെ ഈ മാതാവിൻ്റെ ഈ ബുക്ക് വെച്ചിട്ടാണ് ഞാൻ ICUയിലൊക്കെ ഇറന്ന് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട്. ഇത് നമ്മളിങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് അമ്മ മാതാവെ രക്ഷിക്കണം, നോക്കിക്കോളെന്ന് പറയുമ്പോൾ ഞാനുണ്ട് രക്ഷിക്കാൻ, ഞാനുണ്ട് കൂടെ, ഞാൻ നോക്കുന്നുണ്ട്. വലിയൊരു ധൈര്യമാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. ഇതൊക്കെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ നിന്ന് മുട്ടുകുത്തി ജപമാലയിൽ പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധ അമ്മയെ കൃപാസന മാതാവേ എന്ന് വിളിക്കുമ്പോൾ തന്നെ ആ അമ്മയുടെ എന്തോ എന്നുള്ളൊരു വിളിയോടുകൂടി അമ്മ മാതാവാണ് അടുത്ത് വരുന്നതും. പിന്നെ നമ്മൾ പേഷ്യൻറ്റിനെ പോയി നോക്കുമ്പോൾ ഒരു സന്തോഷവാനും സുഖമായി, എനിക്ക് സുഖമുണ്ട്, സൗഖ്യമുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ആ വലിയ ഒരു അറ്റാക്കിൻ്റെ ഒരു ഇതായിരുന്നു അത്. പക്ഷേ ബ്ലോക്ക് ഉണ്ടായിരുന്നു, ആ ബ്ലോക്ക് മാറ്റാനും അതനുസരിച്ച് ഇന്നും ആ മകൻ്റെ സന്തോഷം ഞങ്ങൾക്ക് കൊച്ചുങ്ങൾക്ക് അപ്പച്ചനായിട്ട് എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എല്ലാ ദിവസവും ജപമാലയും ഞങ്ങൾ കൃപാസനത്തിൽ വരുന്ന ഓരോ മക്കൾക്കും ഉടമ്പടി എടുക്കുന്നവർക്കും പുതുക്കുന്നവർക്കും ജോസഫ് അച്ഛനും എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നാളിതുവരേക്കും അമ്മ മാതാവ് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയെ സ്തുതി, ആരാധന, ഈശോ മഹത്വം. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. സങ്കീർത്തനം 31:19 സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് കൃപാസനം അമ്മ. എത്ര വർഷം നമ്മൾ പ്രാർത്ഥിച്ചെങ്കിലും അമ്മയ്ക്കത് കുഴപ്പമില്ല. അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ
നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരമ്മയാണ്. നമ്മുടെ ഓരോ പ്രാർത്ഥനയും കാനായിലെ വിവാഹ വിരുന്നിലെ കുടുംബ പ്രശ്നം ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോയതുപോലെ തന്നെയാണ് ഇന്നും കൃപാസന അമ്മ നമ്മുടെ എല്ലാ കുടുംബ പ്രശ്നങ്ങളും ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ അത് വിട്ടുകൊടുത്താൽ മാത്രം മതി. ഏൽപ്പിച്ചു കൊടുക്കുക അമ്മയുടെ കരങ്ങളിലേക്ക്. അമ്മയുടെ കരങ്ങളിൽ നാം സുരക്ഷിതരാണ്. പ്രശ്നങ്ങൾ എന്തു തന്നെ ആയാലും, ബുദ്ധിമുട്ടുകളായാലും, കരകയറാൻ മേലാത്ത കായലിൽ വീണവരായാലും അമ്മ കരം നീട്ടി നമ്മെ വിളിക്കുകയാണ്. അമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, ഉണർവോടെ, ആത്മാർത്ഥതയോടെ മുന്നോട്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മക്കളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് മക്കൾ പറയണത്. എല്ലായിടത്തും ദൈവത്തിൻ്റെ ഒരു കൃപയാലാണ്, ഈശോയുടെ ഒരു കൃപയുണ്ട് എപ്പോഴും. മാതാവിൻ്റെയും അമ്മയുടെയും സാന്നിധ്യമാണ് ഈ മക്കളുടെ ജീവിതത്തിൽ. PF കിട്ടാൻ തടസ്സമായിരുന്നപ്പോഴും അവിടെയും അപ്രത്യക്ഷമായിട്ടൊരു PFൻ്റെ സാക്ഷ്യമാണ് അന്നത്തെ ദിവസം കേട്ടത്. അപ്പോൾ ഇവർക്കൊരു അഷുറൻസാണ്. കാരണം PF കിട്ടും എന്നൊരു പ്രതീക്ഷ ആ സാക്ഷ്യത്തിൽ അന്നത്തെ ദിവസത്തിൽ കിട്ടിയത്. അങ്ങനെ ഓരോ രീതിയിൽ, ഓരോ സാഹചര്യത്തിലൂടെയാണ് അമ്മ നമുക്ക് വേണ്ടി നമുക്കുള്ള അടയാളം തരുന്നത്. അമ്മ നമ്മുടെ കൂടെയുണ്ടെന്ന്. യൂറിൻ ഇൻഫെക്ഷൻ വന്നപ്പോഴും ഉടമ്പടി നേർച്ച വസ്തുക്കളായ വെഞ്ചരിച്ച ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ചാണ് പൂർണ്ണ സൗഖ്യം കിട്ടിയത്. ഈ മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും ഈശോയുടെ ഒരു സാന്നിധ്യമാണ്. സമയവും സാഹചര്യങ്ങളും മാനുഷിക പരിമിതികളുമൊക്കെ ഒന്നും നമ്മെ തടയുകയില്ല. എന്തു തന്നെ ആയാലും ഉടമ്പടി ഒരു വിശ്വാസത്തിൻ്റെ അടയാളമാണ്. ആ വിശ്വാസത്തിലുപരി വിശ്വസ്തതയിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനുള്ള ഒരു വലിയ വാതിലാണ് നാം തുറന്നു കൊടുക്കുന്നത്. ഉടമ്പടിയിൽ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുണ്ടെന്നാണ് ലൂക്കായുടെ സുവിശേഷം 1:37 പറയുന്നത്. എന്ത് വൈകിയ അനുഗ്രഹങ്ങൾ പോലും ദൈവം തൻ്റെ സമയത്ത്, തക്ക സമയത്ത് നമുക്ക് നൽകും. അവ ഒരുക്കി വച്ചിരിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട്. നമുക്ക് ഉടമ്പടിയിലൂടെ വിശ്വാസം നഷ്ടപ്പെടാതെ കാത്തിരിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ എല്ലാ നിരാശകളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളെല്ലാം വൈകിയെത്തുന്ന അനുഗ്രഹങ്ങൾ പോലും നീണ്ടു നിൽക്കുന്ന രോഗമാവാം, വൈകി പോകുന്ന അനുഗ്രഹങ്ങളാവാം, കുടുംബ പ്രശ്നങ്ങളാവാം, എല്ലാം നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജിസ്മരിയായിക്കും മോബിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എന്നെയും പ്രതീക്ഷിക്കാണത്തിൻ്റെ സാക്ഷിയാക്കിയ എൻ്റെ യേശുക്കും മാതാവിനും ഒരുപാട് നന്ദി. എൻ്റെ പേര് വിദ്യാശ്രീ. ഞാൻ കർണാടകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് എൻ്റെ മാതാവിനെ അറിഞ്ഞത് ഞാൻ നഴ്സിംഗിൽ പഠിക്കുമ്പോഴാണ്. ഞാൻ നഴ്സിംഗിൽ ഫസ്റ്റ് ഇയർ എനിക്ക് ഒരു സബ്ജക്റ്റ് മാത്രമേ ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 4 സബ്ജക്റ്റ് ഞാൻ ഫെയിലായി. പക്ഷെ എൻ്റെ വീട്ടുകാർക്കൊന്നും അത് പറയാൻ പറ്റില്ലായിരുന്നു. ബിക്കോസ് എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. അപ്പോൾ അമ്മേനോട് പറഞ്ഞത് അമ്മയ്ക്ക് ഭയങ്കര വിഷമാവും. അപ്പോൾ വീട്ടിൽ തരുന്ന പൈസ ഒക്കെ ഞാൻ സേവാക്കി വെച്ചിട്ട് ഞാൻ ആ എക്സാം എൻ്റെ പൈസയിൽ തന്നെ ഞാൻ ആരോടും പറയാതെ സപ്ലി എഴുതി. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലും എനിക്ക് ഒരു സപ്ലി കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് എൻ്റെ മാതാവിനെ ഞാൻ അറിഞ്ഞത്. എൻ്റെ സീനിയർ പറഞ്ഞു മാതാവിന് പ്രാർത്ഥിക്കുക എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പത്രം എനിക്ക് തന്നു. അത് വെച്ചിട്ട് എനിക്ക് എന്താ പ്രാർത്ഥിക്കേണ്ടതെന്നറിയില്ല. പക്ഷേ ഞാൻ എപ്പോഴും മാതാവിനെ പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്ക് എപ്പോഴാണ് എണീക്കേണ്ടതെന്ന് അറിയായിരുന്നു. അപ്പം ഞാൻ 5:30 എണീക്കുമായിരുന്നു. പിന്നെ നൈറ്റ് 7 മണിയാകുമ്പോൾ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്കറിയാവുന്ന പ്രാർത്ഥനയൊക്കെ ഞാൻ ചൊല്ലുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയർ എക്സാം വന്നു. പിന്നെ അതിൽ ഫസ്റ്റ് ഇയറുടെ സപ്ലി കൂടെ ഉണ്ടായിരുന്നു. അതും ഞാൻ പാസ്സായി. ഫസ്റ്റ് ക്ലാസ്സിലൂടെ ഞാൻ പാസ്സായി. പിന്നെ അത് കഴിഞ്ഞിട്ട് തേർഡ് ഇയറുടെ എക്സാമിലും ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. പിന്നെ 4th ഇയർ എക്സാം ആയപ്പോഴത്തേക്ക് എനിക്ക് ആദ്യത്തെ എക്സാം എനിക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു 4th ഇയർ ഞാൻ ഫെയിലാവുമെന്ന്. പിന്നെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഡിസ്റ്റിങ്ഷനോടെയാണ് പാസ്സായത്. എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ഡിസ്റ്റിങ്ഷൻ കണ്ടിട്ടില്ല. അത് ഡിസ്റ്റിങ്ഷൻ വന്നപ്പോൾ ഞാൻ കുറേ ഹാപ്പിയായി. എൻ്റെ അമ്മേനോടൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയും കുറേ ഹാപ്പിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നഴ്സിംഗ് എടുത്ത് തന്നെ എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യണമെന്നായിരുന്നു. പിന്നെ നഴ്സിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ OET ക്ലോസ് ആയി. ഇനി OET എക്സാം ഒന്നും എഴുതാൻ പറ്റൂല, അവിടെ ഇൻടേക്കൊക്കെ നിർത്തിയെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞത് ജർമ്മനി പഠിക്കുക, അത് നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ ഇത് കൺട്രി എങ്ങനെയാണ് ഒന്നും എനിക്കറിയില്ല. മൈസൂരിൽ ഒരു ഇതുണ്ടായിരുന്നു,
ജർമ്മൻ പഠിപ്പിക്കുന്ന സ്കൂളുണ്ടായിരുന്നു. അവിടെ പോയി ഞാൻ ജർമ്മൻ പഠിക്കാൻ കയറി. ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് കയറിയത്. പിന്നെ A1 A2 കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങിയിട്ട് കേരളത്തിൽ വന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കി. പക്ഷെ ഞാൻ കർണാടക ആയതുകൊണ്ട് എനിക്ക് കേരളം എങ്ങനെയെന്ന് അറിയില്ല. ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. എൻ്റെ അമ്മേനോട് എൻ്റെ അപ്പനോട് പറഞ്ഞ ഒരിക്കലും അവർ സമ്മതിക്കില്ല ഇവിടെ വന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് എങ്ങനെയെങ്കിലും ഇത് പഠിച്ച് പാസ്സാവണം, പുറത്ത് പോകണം, അത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ എനിക്ക് അറിയില്ല. അപ്പം ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ചിട്ടെടുക്കും. പിന്നെ മാതാവേ ഏതാണോ ശരി അത് നീ ഉത്തരം പറയണം, അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ അമ്മേനോട് പറഞ്ഞു, അമ്മ ഞാൻ കേരളത്തിൽ പഠിക്കണോ അല്ലെങ്കിൽ ഞാൻ മൈസൂരിൽ തന്നെ പഠിക്കണോ എന്ന് എൻ്റെ അമ്മ ഇപ്പോൾ ഡിസൈഡ് ആക്കുമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ പ്രാർത്ഥിച്ചിട്ട് ഒരു ചിട്ടെടുത്തപ്പോൾ മാതാവ് പറഞ്ഞു നീ കേരളത്തിൽ പോയി പഠിക്കുകയെന്ന്. അപ്പോൾ അങ്ങനെ എൻ്റെ ഫ്രണ്ട് വന്നു. എൻ്റെ ഫ്രണ്ട് ഞാൻ ഒരുമിച്ചാണ് തിരുവല്ലയ്ക്ക് വന്നത്. അപ്പോൾ തിരുവല്ലയ്ക്ക് വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ഗൂഗിളിട്ട് നോക്കിയത് ആലപ്പുഴയ്ക്കും തിരുവല്ലയ്ക്കും എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്ന്. അപ്പോൾ ആകെ വന്ന ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ ഞാൻ ഇങ്ങോട്ട് വരും, പ്രാർത്ഥിക്കും. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അതിന് മുന്നേ ഞാൻ എൻ്റെ മനസ്സിൽ ഉടമ്പടി എടുത്ത പോലെ എപ്പോഴും എണീറ്റ് പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ B1 പഠിച്ചിട്ടില്ല, A1 A2 മാത്രം പഠിച്ചിട്ടുള്ളൂ. B1 വീട്ടിലിരുന്ന് ഗ്രാമർ ഫുള്ള് പഠിച്ചു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവർ ക്വസ്റ്റ്യൻ ചോദിക്കും, B1 ലെവലിലുള്ള ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും. പക്ഷേ അത് അവർ ചോദിക്കുമ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു, എങ്ങനെയൊക്കെയോ പറഞ്ഞു. ഞാൻ മാധവനോട് നല്ലോണം പ്രാർത്ഥിച്ചിട്ട് തൈലയും ഉപ്പും ഒക്കെ എടുത്തിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ അവർ B2 കയറാനാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ഒരുമിച്ച് B2 പഠിച്ചു. അപ്പോൾ പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും 3 മണി വരെ എണീറ്റിരുന്ന് പ്രാർത്ഥിക്കും. 3 മണിയാകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പ്ലസ് 1 പ്ലസ് 2 പഠിക്കുമ്പോൾ അവിടുത്തെ ഒരു ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 മണിയുടെ പ്രാർത്ഥന ഭയങ്കര പവർഫുള്ളാണ്, അതുകൊണ്ട് 3 മണിക്ക് പ്രാർത്ഥിക്കുക എല്ലാം ശരിയാവും എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ 3 മണി വരെ എണീറ്റ് നിൽക്കും. അത് ഞാൻ പഠിക്കുകയോ ഇല്ലേ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ 3 മണി വരെ ഞാൻ എണീറ്റിരിക്കും. എന്നിട്ട് 3 മണിയാകുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പോയി ഞാൻ കിടന്നുറങ്ങും. പിന്നെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞായിരുന്നു, മാതാവേ ഇനി എല്ലാത്തിലും നിൻ്റെ പ്രസൻസ് ഉണ്ടാവണം, ഇനി ഒറ്റയടിക്ക് എനിക്ക് പാസ്സാവണം, എനിക്ക് ഇനി എൻ്റെ ലൈഫിൽ സപ്ലി എന്ന ഒരു ഇത് ഉണ്ടാവരുത്, ഒന്നും ഉണ്ടാവാൻ പാടില്ല, എല്ലാം ഞാൻ ഒറ്റയടിക്ക് പാസ്സാവണം, ഞാൻ എല്ലാവരും പോലെ പഠിക്കണം. അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തപ്പോൾ 26th 27th ആയിരുന്നു. അപ്പോൾ 27th ആയിരുന്നു എനിക്ക് വേണ്ടത്. ബിക്കോസ് അമ്മയുടെ 7th അതൊരു സൈൻ ആണല്ലോ, അതുകൊണ്ട് എനിക്ക് 7 ഉള്ള എക്സാം ഡേറ്റ് തന്നെ വേണം. അപ്പോൾ ഞാൻ ഏജൻറ്റിനോട് ചോദിച്ചു എനിക്ക് 27th എക്സാം എടുത്ത് തരണമെന്ന്. അപ്പോൾ അവർ കുറേ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് കിട്ടൂല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ക്യാൻഡിൽ കത്തിച്ചിട്ട് ഞാൻ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു, അതെങ്ങനെയെങ്കിലും ചേഞ്ച് ആക്കിയിട്ട് ആ ഏജൻറ്റിനോട് പറയണം 27th തന്നെ എക്സാം എഴുതാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ ഏജൻറ്റ് വിളിച്ച് പറഞ്ഞത് 27th നിനക്ക് എഴുതാൻ പറ്റുമോ കേട്ടോ എന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മാധവനോട് വേറൊരു സൈൻ കൂടെ ചോദിച്ചായിരുന്നു. ഞാൻ ഇരിക്കാൻ നേരത്ത് എക്സാം സെൻറ്ററിൽ ഞാൻ ഇരിക്കാൻ നേരത്ത് അത് 7th സീറ്റിലായിരിക്കണം ഞാൻ ഇരിക്കേണ്ടതെന്ന്. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ എണ്ണി നോക്കി എത്രാമത്തെ സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന്. അപ്പം ഞാൻ 7th സീറ്റിലായിരുന്നു ഞാൻ ഇരുന്നത്. അപ്പം തന്നെ എനിക്ക് ഫുള്ള് കോൺഫിഡൻസ് ആയി, എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, എന്തായാലും ഞാൻ ഈ എക്സാം ജയിക്കുമെന്ന്. പിന്നെ ഈ ജർമ്മനി പഠിക്കുമ്പോൾ കുറേ കോഡൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഞാൻ കോഡൊക്കെ നല്ലോണം പഠിച്ചിട്ടാണ് പോയത്. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ആ സെൻറ്ററിൽ അങ്ങനെ കോഡൊന്നും വരാറില്ല എന്ന്. പിന്നെ എനിക്കറിയില്ല മാതാവേ, ഇനി ആ സിസ്റ്റം തുറക്കുമ്പോൾ എനിക്ക് എല്ലാം കോഡ് തന്നെ ആവണം, എനിക്ക് പാസ്സാവണം, അമ്മേനോട് പറയണം എനിക്ക് പാസ്സായി അമ്മി, അങ്ങനെ ഞാൻ അമ്മേനോട് പറയണമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സിസ്റ്റം തുറക്കുമ്പോൾ ഒരു ടൈല് തുറക്കുമ്പോൾ ഞാൻ എല്ലാ ടൈലും ഫുള്ള് കോഡ് തന്നെ ആയിരുന്നു. ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ എൻ്റെ അമ്മേനെ കൂട്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഇവിടെ പറഞ്ഞു വിസ കൂടെ കിട്ടിയിട്ട് പറ മോളെ എന്ന് പറഞ്ഞു സിസ്റ്റർ. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയിട്ട് മൈസൂരിൽ തന്നെ ഞാനൊരു പ്രോസസ്സിങ്ങിന് കൊടുത്തപ്പോൾ അവിടെ വിത്തിൻ 2.5 months എനിക്ക് പ്രോസസ്സിങ് ഫുള്ള് കംപ്ലീറ്റ് ആയി.
അങ്ങനെ ഞാൻ ഈ 17th ഞാൻ ജർമ്മനിക്ക് ജോലി ചെയ്യാൻ പോവുക. അതൊരു നല്ല ഹോസ്പിറ്റലിലാണ് എനിക്ക് ജോലി കിട്ടിയത്. എനിക്കറിയില്ല ഞാൻ എന്താ അവിടെ പറഞ്ഞതെന്നും എന്താ ഇൻ്റർവ്യൂവിൽ ചെയ്തതെന്നും ഒന്നും എനിക്കറിയില്ല. പോകുന്ന മുന്നേ എപ്പോഴും ഞാൻ തൈല ഉപ്പ് ഉപയോഗിക്കും. പിന്നെ ഞാൻ പോകും. പിന്നെ പോകുന്ന മുന്നേ ഞാൻ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. ഈ ഉടമ്പടി പുസ്തകം പിന്നെ ഈ പത്രം എനിക്ക് ഫസ്റ്റ് കിട്ടിയ പത്രമാണ് എൻ്റെ ലൈഫിൽ. ആ പത്രം എൻ്റെ കയ്യിൽ ഇതുവരെ ഉണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറ്. ഞാൻ ഒന്നും പഠിക്കൂല, ഇത് മാത്രം വെച്ച് പ്രാർത്ഥിക്കും. ഇത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. എൻ്റെ മാധവനോട് എന്ത് ചോദിച്ചാലും എൻ്റെ മാധവൻ എനിക്ക് അപ്പം തരും. കുറേ എന്നെ വൈകിപ്പിക്കൂല. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഒരു പള്ളി സിസ്റ്റർ എന്നോട് പറഞ്ഞു, എൻ്റെ സിസ്റ്ററിന് ഇതുവരെ പുറത്ത് ജോലി ആയിട്ടില്ല, എത്ര നടന്നാലും അത് ശരിയാവുന്നില്ല. അപ്പോൾ എൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുക മോളെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും പ്രാർത്ഥിക്കുക സിസ്റ്റർ, ഉടമ്പടിയിൽ ഞാൻ എന്തായാലും ഈ നിയോഗം വയ്ക്കുമെന്ന് പറഞ്ഞു. ആ നിയോഗം വെച്ചപ്പോൾ അത് ശരിയാവാത്തതാണ്. അപ്പോൾ വിത്തിൻ 3 months അതും റെഡിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നഴ്സിംഗ് പഠിക്കാൻ നേരത്ത് എൻ്റെ അടുത്ത് ഉപ്പ് തൈലം ഒന്നും ഇല്ല. പക്ഷേ ഞാൻ മാധവൻ എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ ക്യാൻഡലും ഇല്ല. അപ്പോൾ എൻ്റെ പപ്പയ്ക്ക് സഡന്നായിട്ട് ഭയങ്കര തലവേദനയും വോമിറ്റിങ് അങ്ങനെ ആയി. പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആയിപ്പോയി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അവർ കേരളയിലുള്ളവരാണല്ലോ, അപ്പോൾ ഉടമ്പടി എടുത്തതായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, എനിക്ക് തൈലയും ഉപ്പും തരുമോ, എൻ്റെ പപ്പയ്ക്ക് തേക്കണം. ആ പപ്പയ്ക്ക് ഭയങ്കര വേദനയാണ്, അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ മൈസൂരിൽ തന്നെയായിരുന്നു അഡ്മിറ്റായത്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് മൈസൂരിലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ഉപ്പും പിന്നെ തൈലമൊക്കെ കൊടുത്തു. എന്നിട്ട് ഞാൻ അമ്മേനോട് പറഞ്ഞു, ഈ പ്രദിശീകരണത്തിൻ്റെ ഇത് പ്രാർത്ഥന ചൊല്ലണം, എന്നിട്ട് പപ്പയുടെ തലയിൽ തേച്ച് കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ വേഗം മാറും അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അത് പ്രാർത്ഥിച്ചിട്ട് പപ്പയ്ക്ക് ഇപ്പോഴും തേക്കുമായിരുന്നു. പിന്നെ പപ്പയുടെ തലവേണയുടെ അടിയിൽ ഞാൻ മാതാവിൻ്റെ പത്രം വെക്കുമായിരുന്നു. പപ്പ പറയായിരുന്നു ഇതൊക്കെ വെറുതെ, ഇതൊന്നും ശരിയാവില്ല എന്ന്. പക്ഷേ അപ്പയ്ക്ക് അറിയാത്ത തന്നെ അത് വേഗം ശരിയായി, എല്ലാം ശരിയായി. അപ്പയ്ക്കിപ്പോൾ അങ്ങനെ തലവേദന ഒന്നും വരാറില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ പറഞ്ഞായിരുന്നു, പാസ്സാവുകയാണെങ്കിൽ ഞാനും അവളുടെ കൂടെ ഇങ്ങോട്ട് വരാമെന്ന മാതാവിനോട്. അപ്പം ഞാൻ B2 പാസ്സായപ്പോൾ എൻ്റെ എൻ്റെ അമ്മ ഇങ്ങോട്ട് വന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ ഒരു മിസ്സിൻ്റെ ഹസ്ബൻഡിന് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ അവർ എന്നെയും കൂട്ടുമോ, ഞാനും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരെ കൂട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ആ മാം ഇപ്പോൾ എന്നോട് പറയും, അവിടെ പോയിട്ടാണ് എല്ലാം ശരിയായത്, ഇപ്പോൾ എല്ലാം നല്ലോണമാണ് നടക്കുന്നതെന്ന്. അങ്ങനെ കുറേ എന്നെ സഹായിച്ചിട്ടുണ്ട് മാതാവ്. പിന്നെ ഞാൻ എപ്പോൾ മാതാവിൻ്റെ അടുത്ത് സൈൻ ചോദിക്കുകയാണെങ്കിലും മാതാവ് ഹാർട്ടോ ഫ്ലവറോ എന്തെങ്കിലും ഒന്ന് തരും. അപ്പം ഞാൻ ഇവിടെ പഠിക്കാൻ നേരത്ത്, കേരളത്തിൽ പഠിക്കാൻ നേരത്ത് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. അത് മലയാളം പത്രം കൊടുക്കുമായിരുന്നു, പിന്നെ ജർമ്മൻ പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കന്നഡ പത്രം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഉള്ള ആൾക്കാർക്കൊന്നും മാതാവിനെ പറ്റി അറിയില്ല. അപ്പോൾ ഇത് കൊടുത്താൽ ഞാൻ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും മാതാവ് എന്തൊക്കെ എനിക്ക് ചെയ്തന്നതും ഒക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും, അവർക്ക് എല്ലാ പ്രോബ്ലംസും സോൾവ് ആകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് കന്നഡ പത്രം എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് ഞാൻ അവർക്ക് കൊടുത്ത്. അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് 2 മാം ഇങ്ങോട്ട് വന്നു. പിന്നെ അവരുടെ കാര്യത്തിനെ പറ്റി പ്രാർത്ഥിച്ചു. അപ്പോൾ അവർക്കും കുറേയൊക്കെ ശരിയായിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യും. എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും ഫുഡ് മേടിച്ചു കൊടുക്കും. പിന്നെ എനിക്ക് പാവം തോന്നുകയാണെങ്കിൽ ഞാൻ അവരുടെ കൂടെ തന്നെ നിൽക്കും. അവരെന്നോട് ഹെൽപ്പ് ചോദിച്ചില്ലെങ്കിലും ഞാൻ അവരുടെ കൂടെ നിന്നിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ ബൈബിൾ വായിക്കും. പിന്നെ ഞാൻ ജപമാല ചൊല്ലും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൺലൈനിൽ യൂട്യൂബിൽ ഓൺ ആക്കിയിട്ടാണ് അതിൻ്റെ കൂടെയാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. പിന്നെ ഡെയിലി ബ്രെഡൊക്കെ കൂടും, ജ്ഞാനം കൂടും. അപ്പം അങ്ങനെ കുറേ ശരിയായിട്ടുണ്ട്. എല്ലാത്തിനും ദൈവത്തിന് നന്ദി. ഞാൻ ഇനി ഉടമ്പടിയിൽ തന്നെ ജീവിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട്
ഞാനവനെ സംരക്ഷിക്കും. സങ്കീർത്തനം 91:14 വചനമാണ്. കൊച്ചുമകൾ ചോദിക്കുന്ന ഓരോ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും, ഉടമ്പടി മക്കളുടെ കൊച്ചാഗ്രഹങ്ങൾ പോലും നമ്മുടെ കൃപാസനം അമ്മ നിറവേറ്റി കൊടുക്കുന്ന ഒരമ്മയാണ്. അങ്ങനെയാണ് ഈ മകൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായിട്ട്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുവാനായിട്ടാണ് ഈ മകളും കൂട്ടുകാരും ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറയുന്നത്. 27-ാം തീയതി ഈ മക്കൾ ജർമ്മനിക്ക് പോവുകയാണ്. നേഴ്സായിട്ടാണ്. അത് നല്ല ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. ഈ മക്കളുടെ എല്ലാ ജീവിതത്തിൽ നാം കണ്ടറിയുന്നത്, ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ കൃപയ്ക്കുമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവർ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും, അവനെൻ്റെ നാമം അറിയുന്നു എന്നാണ് വചനം കേട്ടത്. ഈ മക്കൾ ഭയങ്ങളിൽ വിശ്വാസവും സംശയങ്ങളിൽ ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറച്ച ആ ദൈവ സാന്നിധ്യത്തിലുള്ള വിശ്വാസമാണ് ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയത്. നമ്മുടെ ജീവിതത്തിലും ദൈവസ്നേഹത്തിലും വിശ്വാസത്തിലും വളരുവാനും എന്നും ആ വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടിയിൽ ദൈവം നമ്മളെ രക്ഷിക്കും, നമ്മളെ ഉയർത്തും, നമ്മളെ അനുഗ്രഹിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. കർത്താവിൻ്റെ വാഗ്ദാനം നടന്ന പോലെ ആ ഈശോയുടെ സാന്നിധ്യമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. വിദ്യാശ്രീക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് പ്രത്യേകിച്ചും ഈ മകൾ നടത്തിയ പ്രേക്ഷിത പ്രവർത്തനം പല ഭാഷകളിൽ, കന്നഡ ഭാഷയിൽ പോലും പേപ്പർ വാങ്ങിച്ച്, കൃപാസനം പേപ്പർ വാങ്ങിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. അവിടെ ചെന്ന് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു അക്രൈസ്തവ മകളാണ്. വീട്ടിൽ പോയി അച്ഛനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി തൈലം തേച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതൊക്കെ ആ വിശ്വാസത്തിൻ്റെ ഒരു വലിയ പ്രയോഗമാണ്, വിശ്വാസ കൈമാറ്റമാണ്, പ്രേക്ഷിത പ്രവർത്തനമാണ്. എൻ്റെ മാതാവിനോട് എന്ത് ചോദിച്ചാലും അമ്മ തരുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഈ മകളെ സഹായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്കും പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ ഒരു സാക്ഷിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വിശ്വാസത്തിലും കൃപയിലും വളരുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിദ്യാശ്രീക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങൾ. ആദ്യമായി തന്നെ കൃപാസന മാതാവിനും തിരുകുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ആവണി, ഞാൻ തിരുനെൽവേലിയിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ അമ്മായി അമ്മ ദീപ്തി, അമ്മയും തിരുനെൽവേലിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകൻ അഥർവ്. ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകന് വേണ്ടിയാണ്, അഥർവ്. ഞാൻ ഉടമ്പടി എടുത്തത് ഓൺലൈൻ ഉടമ്പടിയാണ് ഞാൻ ആദ്യം എടുത്തത്. മാർച്ച് 2025 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, തിരുനെൽവേലിയിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടെ പഠിക്കുവാൻ വേണ്ടി പോയപ്പോൾ അവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നല്ല പ്രശ്നമുണ്ടായി. അപ്പം ഞങ്ങൾ അവിടെ തന്നെ വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചു. ആ സമയത്താണ് ഞാൻ നവംബർ 2024 ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. പ്രഗ്നൻ്റായി 1 മാസം തന്നെ അമ്മ ദീപ്തി അമ്മ, അതായത് എൻ്റെ അമ്മായി അമ്മ അവിടെ എന്നെ നോക്കുവാൻ വേണ്ടി വന്നു. പിന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് സ്കൂളിൽ കാര്യങ്ങൾ നോക്കാനുള്ളത് കൊണ്ട് അമ്മ തിരിച്ചു പോകുകയും എൻ്റെ അനിയത്തിയും ആൻറ്റിയും അവിടെ വന്ന് താമസിക്കുകയുണ്ടായി. ആ സമയത്ത് ഞങ്ങളുടെ ആ വീട്ടിൽ, അത് വാടക എടുത്ത് നിന്ന വീട്ടിൽ ഒരു പ്രേതബാധയുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എൻ്റെ അമ്മായിയമ്മയും ആൻറ്റിയും ഇത് കാണുകയും, അപ്പോൾ തന്നെ ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. കൂടാതെ ഞാനും ആൻറ്റിയും കൂടെ ഡെയിലി ഓരോ വീടുകളും പോയി തപ്പി ഞങ്ങൾക്ക് പറ്റുന്ന ഒരു വീടുണ്ടോ എന്ന് വാടകയ്ക്ക് ചോദിച്ചുകൊണ്ട് നടന്നു. ഇതറിഞ്ഞ എൻ്റെ അമ്മായിയമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ മാതാവിനെ പ്രാർത്ഥിക്കുക, മാതാവിനെ നല്ലവണ്ണം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു വീട് അവിടെ തന്നെ മാതാവ് ഒപ്പിച്ചു തരുമെന്ന് പറഞ്ഞു. ഞാൻ ഡെയിലി മാതാവിനെ പ്രാർത്ഥിച്ചു, ഡെയിലി വീടുകൾ നോക്കാൻ പോയി. അപ്പം ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മാതാവ് സിറ്റിയുടെ നടുക്ക് തന്നെ നല്ലൊരു ഒത്തിണങ്ങിയൊരു വീട് മാതാവ് ഒപ്പിച്ചു തന്നു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിനുശേഷമാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് തന്നെ. ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പിട്ടാണ് എനിക്ക് ഈ സംഭവം ഉണ്ടായത്. ഇങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി രാവിലെയും എല്ലാം മാതാവിനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും ആൻറ്റിക്ക് എപ്പോഴും സുഗന്ധാഭിഷേകങ്ങളും എല്ലാം വന്നുകൊണ്ടിരുന്നു, എനിക്കതൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാനൊരു ദിവസം ഞാനിങ്ങനെ വളരെ സങ്കടത്തോടുകൂടെ ഞാൻ പറഞ്ഞു, എന്താ ആൻറ്റി എനിക്ക് മാത്രം ഇങ്ങനെ മാതാവിനെ കാണാനോ അറിയാനോ ഒന്നും പറ്റാത്തത് എന്ന് പറഞ്ഞ് ഞാൻ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണമുള്ള സമയമായിരുന്നു. ഞാൻ അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. ഉറങ്ങുന്ന സമയത്ത് ഞാൻ കാണുന്നത് ഒരു പടം. ആ പടത്തിനുള്ളിലേക്ക് ഞാൻ കയറി ചെല്ലുകയാണ്. ആ സമയത്ത് നീല തിരമാലകളുള്ള കടൽ, ആ നീല തിരമാലകളുള്ള കടൽ തീരത്ത് മാതാവ് നിൽക്കുന്നു.
മാതാവെ കണ്ട ഉടൻ തന്നെ ബാക്കിൽ നിന്ന് ഒരു അശരീരിയെ പോലെ മാതാവ എന്ന് പറഞ്ഞ ഭയാനകമായ ഒരു സൗണ്ട് എന്നിലേക്ക് അടുത്തുകൊണ്ട് വരുന്നതായി തോന്നി. അത് കേട്ട ഉടനെ ഞാൻ ഭയാനകമായി ഞാൻ എണീച്ച് ഓടിച്ചെന്ന് ആൻറ്റിയുടെ അടുത്ത് പോയി. ആൻറ്റി, ഞാൻ മാതാവിനെ കണ്ടു, എനിക്ക് വളരെ സന്തോഷമായി. എനിക്ക് രോമാഞ്ചവും സന്തോഷവും കരച്ചിലും എല്ലാം ഒരുമിച്ച് വന്ന ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത്. അങ്ങനെ മാതാവ് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മാതാവ് എൻ്റെ കൂടെ തന്നെയുണ്ട്, ഇനി ഞാനൊന്നിനും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ ഒരു സമയത്തും ആൻറ്റി ആ സമയത്ത് ഉടമ്പടി ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോഴും ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. അപ്പോൾ മാതാവൻ ആൻറ്റി എനിക്ക് ആൻറ്റിയുടെ കാശുരൂപം കൈ തന്നിട്ട് പറഞ്ഞു, മോളെ നീ പ്രാർത്ഥിക്കേ, നിനക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും മാതാവുണ്ടല്ലോ കൂടെ, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഉടമ്പടി കാശുരൂപം കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹൃദയത്തുടിപ്പിൻ്റെ ഭയങ്കരമായിട്ട് ഹൃദയം കയ്യിൽ വെച്ച് ഞങ്ങൾക്ക് എങ്ങനെ തുടിപ്പുണ്ടാവും അതേപോലെ ഹൃദയം ഇങ്ങനെ കിടന്ന് തുടിക്കുന്ന പോലെ തോന്നി. അപ്പോഴെനിക്ക് വളരെയധികം സങ്കടവും സന്തോഷവും എല്ലാം എനിക്ക് വന്നു. ഇപ്പോഴും എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടല്ലോ, എപ്പോഴും ഞാൻ എൻ്റെ വിളിപ്പുറത്തുണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ എൻ്റെ ഡെലിവറി സമയമായപ്പോൾ ഡെലിവറി സമയത്ത് എനിക്ക് ജൂലൈ 4-നാണ് ഡെലിവറി ഡേറ്റ് വന്നേക്കുന്നത്. പക്ഷേ ജൂലൈ 1-ന് എനിക്ക് പെയിൻ സ്റ്റാർട്ടായി. ഏകദേശം 4 മണിയോടെ കണ്ടിന്യൂസ് പെയിൻ വന്നുകൊണ്ടേയിരുന്നു. കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ സഹിക്കാൻ വയ്യാത്ത പെയിൻ. അപ്പോൾ ആ ആൻറ്റി പറഞ്ഞു, മോളെ നീ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കേ, നിനക്ക് നല്ലതേ വരൂ, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ കാശുരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പ്രാർത്ഥിച്ച് ഒരു 7 മണിയോടുകൂടെ എന്നിട്ടും പെയിൻ മാറുന്നില്ല, പെയിൻ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ആരും എൻ്റെ അടുത്ത് പറയുന്ന പോലെ എനിക്ക് തോന്നി, മോളെ നീ എപ്പിഡ്യൂറൽ എടുക്കുക, അല്ലാതെ വേറെ വഴിയില്ല, നീ എപ്പിഡ്യൂറൽ എടുക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, സിസ്റ്റർ എനിക്ക് എപ്പിഡ്യൂറൽ തരണം, എനിക്ക് വയ്യ, പെയിൻ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഡോക്ടർമാർ എല്ലാവരും പറയുന്നുണ്ട് പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം വരേണ്ടതാണോ കുഞ്ഞ്, പക്ഷേ കുഞ്ഞ് വരുന്നില്ല, കുഞ്ഞ് തിരിഞ്ഞു വരുന്നില്ല എന്നാണ് പറയുന്നത്. എത്ര പെയിൻ ഉണ്ടായിട്ടും കാര്യമില്ല, കുഞ്ഞു തിരിഞ്ഞു വരുന്നില്ല. അങ്ങനെ ഞാൻ എപ്പിഡ്യൂറൽ എടുത്ത് അതിലും അവർ 1 മണിക്കൂറിൽ ഡിലേ ആക്കിയിട്ടാണ് എപ്പിഡ്യൂറൽ തന്നത്. അത്രയും വേദന ഞാൻ സഹിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം എപ്പിഡ്യൂറൽ എടുത്ത് 1.5 മണിക്കൂർ അവർ എൻ്റെ അടുത്ത് പുഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പുഷ് ചെയ്യും, കുഞ്ഞ് വരാറായി, പക്ഷെ പുഷ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ടും കുഞ്ഞ് പുറത്തേക്ക് വരുന്നില്ല. എനിക്ക് പുഷ് ചെയ്യാൻ പറ്റാത്തതാണോ എന്താണ് അവസ്ഥ എന്ന് മനസ്സിലാവുന്നില്ല. അവിടെ ഉള്ളതെല്ലാം എന്ന് വെച്ചാൽ അസിസ്റ്റൻറ്റ് ഡോക്ടേഴ്സാണ്. അവർ മെയിൻ ഡോക്ടർ നോർമൽ ഡെലിവറിക്ക് വരില്ല. ഇത്രയും കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് അവർ വിചാരിച്ചില്ല. ആ സമയത്ത് ഡോക്ടർമാരുടെ മുഖമെല്ലാം അങ്ങ് മാറി. അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ പ്രശ്നം വരാൻ പോകുന്നത്. ഞാൻ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ വെച്ച് നല്ല ഉറക്കെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച്, മാതാവേ എന്നെ രക്ഷിക്കണമേ, എൻ്റെ കുഞ്ഞിനെ എന്നെ രക്ഷിക്കണമേ, കുഞ്ഞിനൊരു പ്രശ്നം വരുത്തല്ലേ, ജീവനോടെ കൊണ്ടുവരണേ, ഞാൻ മാതാവിൻ്റെ അടുത്തേക്ക് കുഞ്ഞിനെയും കൊണ്ടുവരാവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇത് പ്രാർത്ഥിച്ച ഉടനെ തന്നെ മെയിൻ ഡോക്ടർ ആ സമയത്ത് അവിടെ എത്തി. വേറൊരു ഓപ്പറേഷനോ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് മെയിൻ ഡോക്ടർ അവിടെ വരുന്നത്. പക്ഷേ ഈ എൻ്റെ അവസ്ഥ കണ്ടിട്ട് ഡോക്ടർ ഉള്ളിലേക്ക് വന്ന് അസിസ്റ്റൻറ്റ് ഡോക്ടറെ കണ്ട് വഴക്ക് പറയുന്നതാണ് ഞാൻ കേൾക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയും കോംപ്ലിക്കേഷൻ ആയിട്ട് എന്നെ വിളിച്ചില്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഡിലേ ആക്കിയത് എന്നാണ് അസിസ്റ്റൻറ്റ് ഡോക്ടേഴ്സിനടുത്ത് മെയിൻ ഡോക്ടർ പറഞ്ഞത്. ഇത് പറഞ്ഞ ഉടനെ ഡോക്ടർ പറഞ്ഞു, എന്നാൽ പിന്നെ വാക്യൂം ചെയ്തിട്ട് കുഞ്ഞിനെ പുറത്തെടുക്കേണ്ടി വരും. അങ്ങനെ ആ സമയത്ത് മാതാവിൻ്റെ രൂപത്തിൽ മെയിൻ ഡോക്ടർ അവിടെ വന്ന് എന്നെയും കുഞ്ഞിനെയും രക്ഷിക്കുക എന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ കുഞ്ഞോ അല്ലെങ്കിൽ ഞാനോ ഉണ്ടാവും എന്നുള്ള അവസ്ഥ വരെ എത്തിയായിരുന്നു. അസിസ്റ്റൻറ്റ് ഡോക്ടേഴ്സിന് അത്ര ചെറിയ വയസ്സുള്ള എക്സ്പീരിയൻസും കുറവായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് അവരെ ഹോസ്പിറ്റലിൽ വെച്ചെന്നൊന്നും അറിയില്ല. പക്ഷേ ആ സമയത്ത് മെയിൻ ഡോക്ടർ വന്നതുകൊണ്ട് മാത്രമാണ് എൻ്റെ കുഞ്ഞ് എൻ്റെ കയ്യിലേക്ക് വന്നത്. എൻ്റെ മാതാവിൻ്റെ കുഞ്ഞാണ് എൻ്റെ കയ്യിലിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും എല്ലാ ശനിയാഴ്ചകളും മാസത്തിലെ 1-2 ശനിയാഴ്ചകൾ ഭക്ഷണം ഉണ്ടാക്കി തെരുവുകളിൽ ആൾക്കാർക്ക് കൊണ്ടു കൊടുക്കും. പിന്നെ ഒരു ശുഭം ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഈ അനാഥാലയം പോലെയുള്ള ട്രസ്റ്റുകളിൽ കൊണ്ടുപോയി ഭക്ഷണ സാധനങ്ങളും പിന്നെ അവിടെയുള്ള ആൾക്കാർക്ക് ഡയപ്പർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ആൾക്കാരെ വഴിയിലിപ്പം തെരുവുകളിൽ കാണുന്ന ദരിദ്രരായ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണവും ഇച്ചിരി പൈസയൊക്കെ കൊടുക്കും. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചർച്ചുകളിൽ ഞാൻ ഇവിടുന്ന് 10 കെട്ട് പത്രം കൊണ്ടുപോകും. തിരുനെൽവേലിയിലാണ് താമസിക്കുന്നത്, അവിടെ തമിഴാണ്. അപ്പം 10 കെട്ട് പത്രം കൊണ്ടുപോയി അവിടുന്ന് ചർച്ചുകളുടെ മുന്നിലും കൊടുക്കും. പിന്നെ വീടുകളിൽ കയറി ആരാ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നോക്കാതെ വീടുകളിൽ കയറി അവിടെ പത്രം കൊടുത്ത് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിക്കാനും പറയും. പിന്നെ എൻ്റെ നമ്പറും കൊടുക്കും, ആവശ്യമുണ്ടെങ്കിൽ എന്നെയും വിളിക്കാം. അങ്ങനെയുള്ള സമയത്ത് എനിക്ക് 2-3 കോളുകളൊക്കെ വരും, പൈസയായിട്ടും
പിന്നെ എന്തെങ്കിലും മാതാവിനെ കാണണമെന്ന് പറഞ്ഞിട്ടും ആളുകൾ എന്നെ അപ്രോച്ച് ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അവരുടെ അടുത്ത് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ മാസം ഒരു കുടുംബം ഇവിടെ വന്ന് അവർക്ക് കിഡ്നി പ്രശ്നം ഉണ്ടായിരുന്നു. അവർ വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരെ അന്വേഷിക്കും, എല്ലാ കാര്യങ്ങളും കറക്റ്റായി ചെയ്യുന്നുണ്ടോ, മാതാവിനെ പ്രാർത്ഥിക്കുന്നുണ്ടോ, പത്രം കൊടുക്കാറുണ്ടോ എന്നൊക്കെ ഞാൻ അന്വേഷിക്കാറുണ്ട്. ഇപ്പം ഇനിയും ഒരു കുടുംബം വരാനിരിക്കുന്നുണ്ട്. രണ്ട് മാസം കഴിഞ്ഞ് ഒരു കുടുംബം ഇവിടെ വന്ന് മാതാവിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഈശോ എപ്പോഴും എൻ്റെ കൂടെ വേണം എന്നാണ് എൻ്റെ ആഗ്രഹം. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ എപ്പോഴും എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എപ്പോഴും ഈശോയെ പ്രാർത്ഥിക്കുവാനും എൻ്റെ കൂടെ ഉണ്ടാവാനും ഞാൻ ആഗ്രഹിക്കുന്നു. കൃപാസന മാതാവിനും തിരുകുമാരനും ഞാൻ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനിയും ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുവാനും തുടർന്ന് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനും അനുഗ്രഹം നൽകുവാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാം തിരുവചനം. അവൻ ബഥനിയായിൽ കുഷ്ഠരോഗിയായി ശിമയോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കവേ ഒരു വെൺകൽഭരണി നിറയെ വിലയേറിയ ശുദ്ധ നാർദീൻ സുഗന്ധ തൈലവുമായി ഒരു സ്ത്രീ അവിടെ വന്നു. അവൾ ഭരണി തുറന്ന് അത് അവൻ്റെ ശിരസിൽ ഒഴിച്ചു. ആവണി എന്ന ഈ മകൾ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത് ഈശോയെ പ്രസാദിപ്പിക്കുന്ന ഈശോയുടെ സുഗന്ധം ലോകമെമ്പാടും എത്തട്ടെ എന്നുള്ള വലിയ ആഗ്രഹത്തിലാണ് ഈ മകൾ ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ മകൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ വളരെ പെട്ടെന്നാണ്, സമയച്ചുരുക്കമാണ് ഈ മകളുടെ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉടമ്പടി എലമെൻ്റ് കണ്ടൻറ് എന്ന് പറയുന്നത്. പ്രഗ്നൻസി ടൈമിൽ പരിശുദ്ധ അമ്മയെ എല്ലാവരും കണ്ടു, എല്ലാവർക്കും കാണാൻ സാധിക്കുന്നു എന്നുള്ള സങ്കടം പറയുമ്പോൾ ഈ അമ്മ തന്നെ ഒരു തിരമാലകളുടെ ഇടയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒരു സ്വപ്ന ദർശനത്തിലൂടെ മാതാവിൻ്റെ സാമീപ്യം അറിയിച്ചതുകൂടി ഈ സാക്ഷ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ തിരമാലകളുടെ മുകളിലൂടെ ഈശോ കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഒരു ജീവിതാവസ്ഥയാണ്. കുറച്ച് സംസാരിക്കണം, കൂടുതൽ പ്രാർത്ഥിക്കണം, കർത്താവ് കൂടെ പ്രവർത്തിക്കണം എന്നാണ് ജോസഫ് അച്ഛൻ നമ്മോട് നമ്മുടെ തിരമാലകളുടെ മുകളിലൂടെ ദൈവം കടന്നു വരേണ്ട അവസ്ഥയെക്കുറിച്ച് അച്ഛൻ പറയുന്നത്. കുറച്ച് സംസാരിക്കണം, കൂടുതൽ പ്രാർത്ഥിക്കണം, കർത്താവ് ഇടപെടണം. മാർക്കോസിൻ്റെ സുവിശേഷം അവസാനിക്കുന്നതും അങ്ങനെ തന്നെയാണ്. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. കർത്താവ് കൂടെ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ഉടമ്പടി അത്രമാത്രം സ്ട്രോങ് ആയിരിക്കണം, ശക്തമായിരിക്കണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും ജീവിതാനുഭവത്തിലൂടെ പറയുകയാണ്. ഈ മകൾ തന്നെ ഒരു അക്രൈസ്തവയായ മകൾ ഏറ്റുപറയുന്നത് ഈശോ എന്താണെന്നും ഉടമ്പടി എന്താണെന്നും ഈ മകൾക്ക് കൃത്യമായിട്ടും അനുഭവിച്ചറിയുവാൻ സാധിച്ചു എന്നാണ്. നേർച്ച വസ്തുക്കളുടെ ഉപയോഗങ്ങളിലൂടെ പ്രഗ്നൻസി ടൈമിൽ ഈ മകൾക്ക് എപ്പിഡ്യൂറൽ കൊടുത്തതിന് ശേഷവും കുഞ്ഞ് ജനിക്കാത്ത ഒരവസ്ഥയിൽ പരിശുദ്ധ അമ്മ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മെയിൻ ഡോക്ടർ അവിടെ വരേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷെ അദ്ദേഹം വന്ന് ആ ഒരു അൺകോൺഷ്യസ് ഹാഫ് കോൺഷ്യസ്നെസ്സിൽ പോലും മകൾക്കത് കേൾക്കാൻ സാധിച്ചു. ഇത്രയും കോംപ്ലിക്കേഷൻ ഡെലിവറിയിൽ എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല? അത് ഈശോ തന്നെയാണ് അവിടെ എത്തുന്നതും ആ കുഞ്ഞിന് ജന്മം പുറത്തു വരാനായിട്ടുള്ള ഒരു വലിയ സാധ്യത നൽകുന്നതെന്ന് മകൾ ഏറ്റു പറയുന്നു. അവരുടെ ആ ഒരു അസ്വസ്ഥതകളിലെല്ലാം ആരാണോ നമ്മെ സഹായിക്കുന്നത് അത് അമ്മ തന്നെയാണെന്ന് വിശ്വസിക്കാനുള്ള വലിയ കൃപ ഈ അക്രൈസ്തവയായ മകൾക്ക് ഇന്ന് ദൈവം നൽകിയിരിക്കുകയാണ്. ഒരു സ്വർഗ്ഗദൂതനെ പോലെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനം ഇവിടെ അന്വർത്ഥമാവുകയാണ്. ആവണിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടി കുമാരനും മഹത്വമുണ്ടാവട്ടെ. ഇനി സന്നിധിയിൽ മാതാവിൻ്റെ ഉടമ്പടി സാക്ഷിയായി എന്നെയും എൻ്റെ കൂട്ടുകാരെയും ഇവിടെ ഉയർത്തിയതിൽ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഹീര, ചൊണങ്ങമ്പേലി സെൻറ്റ് ജോസഫ് ചർച്ചിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇതെൻ്റെ ജൂനിയേഴ്സാണ്. ഞാൻ KG കോളേജ് ഓഫ് നഴ്സിംഗ് കോയമ്പത്തൂരിൽ നിന്ന് പാസ് ഔട്ടായ വിദ്യാർത്ഥികളാണ്. സിയ, അനഘ, അരുന്ധതി, ഇവരുടെ പേര് ഇതൊക്കെയാണ്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് എൻ്റെ അമ്മയുടെ കൂടെയാണ്. ഫസ്റ്റ് ടൈം ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഇവിടെ ഒന്നും അറിയില്ലായിരുന്നു. ചുമ്മാ ജസ്റ്റ് അമ്മയുടെ കൂടെ വന്നു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ വന്ന് എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും. അപ്പോൾ എല്ലാവരും ഇത് തന്നെ പറയുന്നതുകൊണ്ട് എനിക്കത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പീരീഡ്സ് ഇറഗുലർ ആയിരുന്നു. ഞാൻ അമ്മേൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ പത്രം ഇവിടുന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ നീ അങ്ങനെ പ്രാർത്ഥിക്ക്, അപ്പോൾ നിനക്ക് സാധിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെനിക്ക് നാണക്കേടാണ്, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ തമിഴ്നാട്ടിൽ എങ്ങനെ അവരുടെ അടുത്ത് പോയി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കും? എനിക്ക് ഇവിടെ നിന്ന് ഒരു എക്സ്പീരിയൻസും ഇല്ല. അപ്പോൾ ഞാൻ എങ്ങനെ കൊടുക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ പറ്റില്ല എന്ന് ഇവിടെ ഫ്രണ്ടിൽ മാതാവിൻ്റെ മുമ്പിൽ വെച്ചേ പറഞ്ഞു.
അതിനുശേഷം ഇവിടുന്ന് പ്രാർത്ഥന സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയി. നെക്സ്റ്റ് ഡേ ഞാൻ കോയമ്പത്തൂർക്ക് പോയി. 2 ആഴ്ച എനിക്ക് പീരീഡ്സ് പെയിൻ ആയിരുന്നു. 2 ആഴ്ച എനിക്ക് നിവരാൻ പറ്റാത്ത രീതിക്കുള്ള പെയിനായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ അമ്മേനെ വിളിച്ചു. ഡെയിലി അമ്മയടുത്ത് പറയും, പക്ഷേ അമ്മ എനിക്കതൊന്നും പറയാറുണ്ടായില്ല. ഒരു ദിവസം എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല, എനിക്ക് ഈ വേദന എങ്ങനെയെങ്കിലും പോകണം. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, നീ മാതാവിനോട് സോറി പറ, നീ മാതാവിൻ്റെ മുമ്പിൽ വെച്ച് നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നീ ഇപ്പോൾ ഈ അനുഭവിക്കുന്നത്. നീ മാതാവിനോട് സോറി പറഞ്ഞാൽ മതി, മാതാവ് അത് ശരിയാക്കുമെന്ന് പറഞ്ഞു. ശരി, ഞാനപ്പോൾ അമ്മയുടെ കോളിൽ നിന്നേ ഞാൻ പറഞ്ഞു, അല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചപ്പോഴും പറഞ്ഞു, സോറി മാതാവ്, ഇനി ഞാൻ അങ്ങനെ പറയത്തില്ല എന്ന് ഞാൻ ഏറ്റു പറഞ്ഞ് നെക്സ്റ്റ് ഡേ എനിക്ക് പീരീഡ്സ് വന്നു. നോർമലായിരുന്നു. അതിനുശേഷം പത്രം കൊടുക്കാമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു കെട്ട് പത്രം, തമിഴ് പത്രം വാങ്ങിയിട്ടാണ് പോയത്. തമിഴ് പത്രം അവിടെ ചെന്ന് എങ്ങനെ കൊടുക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് നേരെ ബസ് സ്റ്റാൻഡിൽ പോയി. അവിടെ ചെന്നപ്പോൾ ആൾക്കാരുണ്ട്, പക്ഷെ അവരെങ്ങനെ വാങ്ങും ഒന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വന്നിട്ട് അവരുടെ അടുത്ത് എന്ത് പറയും, ഇതിനകത്ത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചുമ്മാ ജസ്റ്റ് പത്രം കൊണ്ട് പോയപ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, കയ്യിൽ എന്താ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ നാട്ടിലൊരു പള്ളിയുണ്ട്, ആലപ്പുഴയിൽ കൃപാസനം എന്നാണ് പേര്, ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥന സഹായങ്ങൾ ഇവിടെ വന്ന് നടന്നിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വെച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ആ ചേച്ചിയുടെ പുറകെ ഒരു കൂട്ടം ആൾക്കാരെ എൻ്റെ പുറകെ വന്നിട്ട് ആ പത്രം ഞങ്ങൾക്കും തരുമെന്ന് ചോദിച്ച് വാങ്ങിച്ചു. അന്ന് എനിക്ക് മനസ്സിലായി, ഇതിന് നാണക്കേടൊന്നും വേണ്ട, ഞാൻ വിശ്വാസപ്രമാണം മാത്രം ചൊല്ലിയുള്ളൂ, എനിക്ക് ഇവിടെ നിന്ന് വേറെ ഒരു അനുഭവവും ഇല്ല, എൻ്റെ പീരീഡ്സ് മാത്രം. അത് എങ്ങനെയാണെന്നറിയില്ല, അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അതിനുശേഷം പിന്നെ ഞാനിവിടെ ഒരു ദിവസം വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാൻ നേരത്തെ ഞാൻ ഒട്ടും പ്രിപ്പയർഡായിട്ടല്ല വന്നത്. കുമ്പസാരിക്കണം ഇതൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോൾ തൊട്ട് ഓരോരോ വഴികളായിട്ട് കറക്റ്റായി എന്നെ കൊണ്ടുപോയി. ഞാൻ ഇവിടെ വന്ന് ടോക്കൺ എടുത്തു. അപ്പോൾ ഞാൻ തലേദിവസം വീട്ടിൽ എനിക്ക് ഭയങ്കര ദേഷ്യവും വാശിയൊക്കെ ആയിരുന്നു. ഞാനപ്പോൾ അമ്മയായിട്ട് അടിയുണ്ടാക്കിയാണ് ഇവിടെ വന്നത്. അപ്പോൾ എനിക്ക് എടുക്കണോ വേണ്ടയോ ഒന്നും അറിയില്ല, ഞാൻ എഫേർട്ട് ഇടുന്നത് വേസ്റ്റ് ആവുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ച് ഞാൻ അമ്മയുടെ കൂട്ടുകാരിയുടെ കൂടെ വന്നേ. അമ്മ എൻ്റെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആളെൻ്റെ അടുത്ത് പറഞ്ഞു എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും എനിക്ക് അമ്മ പറഞ്ഞാൽ ഓക്കെ ആയിരിക്കും എന്നുള്ളൊരു ഇതിനകത്ത് ഞാൻ അമ്മക്ക് വിളിച്ചു. പക്ഷെ അമ്മ എടുത്തില്ല ഫോണ്. അപ്പോൾ ശരി, എന്നാൽ ഇന്ന് എടുക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്നുള്ള രീതിക്ക് ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി നിന്നപ്പോൾ മഴ സീസണൊന്നും അല്ലായിരുന്നു, പക്ഷെ നല്ല മഴ, റോഡ് കാണാൻ പറ്റത്തില്ല, ഞങ്ങളുടെ കയ്യിൽ കുടയില്ല. ശരി, ഇവിടെ തന്നെ നിൽക്കാമെന്നുള്ള രീതിക്ക് ഞങ്ങൾ നിന്നു. അപ്പോൾ അമ്മ തിരിച്ചു വിളിച്ചു. അപ്പോൾ ഞാൻ എടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഉടമ്പടി എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഉടമ്പടി എടുത്തോ, ബാക്കി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ ഇവിടെ വന്ന് ടോക്കണെല്ലാം എടുത്ത് നോക്കിയപ്പോൾ കുമ്പസാരക്കൂട് ഇവിടെ തുറക്കില്ല, ഇവിടെ കുമ്പസാരിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോൾ കുമ്പസാരക്കൂട് തുറന്നിട്ടുണ്ട്, അച്ഛനും ഉണ്ടായിരുന്നു. ഞാൻ കുമ്പസാരിച്ചു ഒരുങ്ങി 2 മണിയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്നപ്പോൾ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് ഡെയിലി പള്ളിയിലൊന്നും പോകാൻ പറ്റത്തില്ല, ഡെയിലി പള്ളിയിൽ പോകണം, കുമ്പസാരിക്കണം. കുമ്പസാരവും ഞായറാഴ്ച പള്ളി പോക്കലും മാത്രം നടക്കുകയുള്ളൂ, വേറെ ഒക്കെ എനിക്ക് ഓൺലൈനിലായിട്ടേ പറ്റുള്ളൂ. എനിക്കിത് എടുക്കാൻ യോഗ്യത ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല മാതാവേ, എനിക്ക് എന്തെങ്കിലും ഒരു സൂചന നീ തരണേന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തിരി കത്തുന്ന സ്മെല്ലാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ താഴെ തിരി കത്തിക്കുന്നതുകൊണ്ട് അതിൻ്റെ സ്മെല്ലായിരിക്കും എന്ന് ഓർത്ത് ഞാനത് വിട്ടു. അതിനുശേഷം ഞാൻ ഇറങ്ങാൻ നിർത്തി ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിനെ പിടിക്കാനുള്ളൊരു യോഗ്യത എനിക്ക് തരണേ. ഞാൻ ഇത്രയും പറഞ്ഞു, ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ക്ഷമിച്ച് ഞാൻ പ്രിപ്പയർഡ് അല്ലാതെയാണ് ഇവിടെ വന്നത്. തലേ ദിവസം വരെ വീട്ടിൽ അടിയുണ്ടാക്കി വന്ന ഒരാളാണ് ഞാൻ, എനിക്ക് യോഗ്യതയുണ്ടോയെന്ന് അറിയില്ല. സോ നീ മാതാവിനെ എനിക്ക് പിടിക്കാൻ തന്നാൽ ഞാനിത് അക്സെപ്റ്റ് ചെയ്യും, ഞാനിത് ചെയ്യാനുള്ള എനിക്ക് യോഗ്യത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. ശരി, ലാസ്റ്റ് ആയപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ബാച്ചായിരുന്നു, അതിലൊരു 30-40 പേരോളം ഉണ്ടാവും. അപ്പോൾ അത് ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരുമിച്ച് ഒരു ടീമായിട്ടാണ് ഞാൻ ഇറങ്ങിയ സമയത്ത് എനിക്ക് ഉറപ്പായി എനിക്ക് മാതാവിനെ പിടിക്കാൻ കിട്ടില്ല. ഇത്രയും പേരുടെ ഇടയിൽ ഞാൻ ഒരാൾ മാതാവിനെ പിടിക്കാമെന്ന് പറഞ്ഞാൽ അത് നടക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോൾ സിസ്റ്റർ എല്ലാവരുടെ ചോദിച്ചു, പഠിക്കുന്ന പിള്ളേർ ആരൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ 2-3 പേര് കൈവക്കി. സിസ്റ്റർ വീണ്ടും ചോദിക്കുന്നു, പഠിക്കുന്ന പിള്ളേർ ആരെങ്കിലും ഉണ്ടോ, വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, ഞാനപ്പോൾ പഠിക്കുവാണ്. പക്ഷേ എൻ്റെ മൈൻഡിൽ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ ആയിരിക്കും ചോദിക്കുന്നത്, ഞാൻ കോളേജല്ലേ, എന്നെ ആയിരിക്കത്തില്ല എന്നുള്ള രീതിക്ക് ഞാൻ അങ്ങനെ തന്നെ നിന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പിന്നെ സിസ്റ്റർ ചോദിച്ചപ്പോൾ സിസ്റ്റർ എൻ്റെ അടുത്ത് എടുത്തു ചോദിച്ചു, നീ എന്താ പഠിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കോളേജിൽ പഠിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു, പഠിക്കുന്നത് തന്നെ അല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതേന്ന് പറഞ്ഞു. ശരി, ടോക്കൺ എടുക്കാൻ പറഞ്ഞു. ഞാൻ അതിൽ നിന്ന് എടുത്ത് എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല, ഞാനെടുത്ത് കൈ പിടിച്ചത് അങ്ങനെ വെച്ചു.
അത് കഴിഞ്ഞ് സിസ്റ്റർ എല്ലാവരും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സിസ്റ്റർ ചോദിച്ചു മാതാവ് എവിടെ, മാതാവ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. ഞാൻ ആരും നോക്കുന്നില്ല. എൻ്റെ കയ്യിൽ എന്താ ഇരിക്കണേ, എന്താണത്, എന്തിനാണെന്ന് ഒന്നും എനിക്കറിയില്ല. ഞാൻ അത് പിടിച്ചിട്ട് നിന്നപ്പോൾ സിസ്റ്റർ എൻ്റെ അടുത്ത് ചോദിച്ചു നിൻ്റെ കയ്യിൽ എന്താ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അത് മാതാവായിരുന്നു. അപ്പോഴേ എനിക്ക് സന്തോഷമായി. കാരണം ഞാൻ എടുക്കാൻ യോഗ്യതയാണോ എന്ന് ചോദിച്ചതിന് എനിക്കിവിടെ വന്നിട്ടുള്ള ഫസ്റ്റ് സിമ്പിൾ അതായിരുന്നു. ഞാൻ ചെയ്ത് തീർക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു ഇത് ചോദിച്ചത്. അപ്പോൾ എനിക്ക് മാതാവിനെ തന്നു. മാതാവിനെ പിടിച്ച് ഞാനിവിടെ വന്നു. ഇവിടുന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് ഞാൻ തിരിച്ചു പോകാൻ നേരത്ത് ബസ് കയറി പോകാൻ നേരത്ത് എനിക്ക് സീറ്റ് കിട്ടി. അപ്പോൾ ഫ്രണ്ട് സീറ്റ് തന്നെയായിരുന്നു. ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ എൻ്റെ അടുത്തൊരു ചേച്ചി ഇരിക്കുന്നുണ്ട്. ആ ചേച്ചി വന്നിട്ട് എന്നെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര പരിചയമുള്ള മാതിരി ആ ചേച്ചി എന്നെ കണ്ട് ആസ്വദിക്കുന്ന മാതിരി നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇതെന്താ, നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരുമാതിരി വ്യത്യസ്തമായി തോന്നി. ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ നോക്കുന്ന എന്താണെന്നൊന്നും ചോദിച്ചില്ല. അപ്പോൾ ആളെൻ്റെ അടുത്ത് ചോദിച്ചു കൃപാസനം വന്നാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ കൃപാസനം വന്നാണ്. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്ത് ഒരാൾ ചോദിക്കുമ്പോൾ നമ്മളും ചോദിക്കണമല്ലോ എന്നുള്ള രീതിക്ക് ഞാനും ആളുടെ അടുത്ത് ചോദിച്ചു എവിടെ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ ആലപ്പുഴയിൽ എന്തോ അഡ്മിഷന് വേണ്ടി വന്നാണെന്ന് പറഞ്ഞു. ശരി, ഞങ്ങൾ അതോടെ വിട്ടു. അതിനുശേഷം ഞാൻ എന്തോ ഇങ്ങനെ ഉറങ്ങി വീണപ്പോൾ ആളെൻ്റെ കവിളത്ത് ഇങ്ങനെ പിടിച്ചു, തല ഇടിക്കാതിരിക്കാൻ വേണ്ടി. ഞാൻ കൈ പെട്ടെന്ന് തട്ടിമാറ്റി. അത് കഴിഞ്ഞ് ആൾ ചിരിക്കുക തന്നെ ചെയ്യുന്നത്. ആളെൻ്റെ അടുത്ത് ചൂടാവുക വേറെ രീതിക്കൊന്നും നോക്കല്ല, ചിരിച്ച് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനത് കഴിഞ്ഞപ്പോഴേക്കും ആൾ പിന്നെ എൻ്റെ അടുത്ത് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ എടുത്തു. മാതാവ് ആയിരുന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു മാതാവ് എനിക്ക് മനസ്സിലായില്ല, മാതാവ് ആയിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു മാതാവായിരുന്നില്ലെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെ. പിന്നെയാണ് എനിക്ക് മനസ്സിലായി മാതാവിനെ പിടിച്ചതായിരിക്കും ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ മാതാവായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. ആളിതൊക്കെ ചോദിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് ആലപ്പുഴയിൽ നിന്ന് കയറിയതാന്ന് പറഞ്ഞു, ഞാനിവിടെ കൃപാസനത്തിൽ നിന്ന് കയറിയതാണ്, ഞാനിവിടെ ഉടമ്പടി എടുത്ത കാര്യം ആൾക്കറിയില്ല, ഞാൻ മാതാവിനെ പിടിച്ച ആൾക്കറിയില്ല. പക്ഷെ ആളെൻ്റെ അടുത്ത് ചോദിച്ചത് നീ മാതാവായിരുന്നല്ലേ എന്നാണ്. അതിലെനിക്ക് എന്തോ ഒരു അപാധ തോന്നി. ഞാൻ വിട്ടു. എനിക്കപ്പോൾ അറിയില്ല, മറ്റതൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് ആളെൻ്റെ അടുത്ത് ചോദിച്ചു എന്താ അമ്മയെ കൊണ്ടുവരാഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ എപ്പോഴും ഞാൻ അമ്മയുടെ കൂടെയാണ് ഇവിടെ വരാറ്. അന്നൊരു ദിവസം മാത്രമാണ് അമ്മയുടെ കൂട്ടുകാരിയുടെ കൂടെ വന്നത്. അപ്പോൾ ആളെൻ്റെ അടുത്ത് ചോദിച്ചു അമ്മേനെ എന്താ നീ കൊണ്ടുവരാഞ്ഞെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മക്ക് ലീവ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അമ്മയുടെ കൂട്ടുകാരിയുടെ കൂടെ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ലീവ് ഇല്ലെങ്കിലും മാതാവിന് വേണ്ടി വരാൻ പറ്റില്ലേ എന്ന് വെച്ചു. അപ്പം ഞാനൊന്നും മിണ്ടിയില്ല. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ചിരിച്ച് അങ്ങനെ വിട്ടു. അത് കഴിഞ്ഞ് ആളെൻ്റെ അടുത്ത് ഇത്രയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ശരി അമ്മയുടെ വല്ല കൂട്ടുകാരിമാരായിരിക്കും എന്നുള്ള രീതിക്ക് ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചു അമ്മേനെ അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ചേച്ചിയുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആലുവ, എൻ്റെ വീടിൻ്റെ അവിടെ തന്നെയാണെന്ന് പറഞ്ഞു. ആലുവയിൽ എവിടെയാണെന്ന് ചോദിച്ചു, അതും പറഞ്ഞു. പക്ഷേ ദൂരമുണ്ട്, ഞങ്ങളുടെ അടുത്തൊന്നും ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാനെല്ലാം വിട്ടു. ഞാൻ വേറൊന്നും ആളുടെ അടുത്ത് ചോദിക്കുന്നില്ല, ആളുടെ പേരെന്താണെന്നോ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. ആളുടെ കൂടെ ആരുണ്ടെന്ന് വെച്ചപ്പോൾ ആൾ അമ്മയുണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് കൈ ചൂണ്ടി കാണിച്ച്. വേറൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഞാൻ വീട്ടിൽ വന്നിങ്ങനെ അമ്മയടുത്ത് പറഞ്ഞപ്പോഴാണ് അമ്മേൻ്റെ അടുത്ത് പറയുന്നത് മാതാവ് കൂടെ സഞ്ചരിക്കും, ഉടമ്പടി എടുത്തവരുടെ കൂടെ അമ്മ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ശരിയാണ്. കാരണം ഒരു ചിരിച്ച ഫേസ് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ആ ഒരു മുഖം അത് അപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മാതാവിനെ ഞാൻ എടുത്ത കാര്യം ഇവിടെ ഉള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. ആലപ്പുഴയിൽ നിന്ന് വന്ന ഒരാൾക്ക് അത് എങ്ങനെ അറിയാം എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ കഴിഞ്ഞ് ഞാൻ കോളേജിലേക്ക് പോയി. തിരിച്ച് കോളേജിൽ പോയി കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയ്ക്ക് എത്തിക്കാൻ റൂമിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ എക്സാമിൻ്റെ സമയമാകുമ്പോൾ പുറത്ത് ടേബിളിരുന്ന പഠിക്കാറ്. അപ്പോൾ ഇതെൻ്റെ ജൂനിയേഴ്സിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഞങ്ങൾ പഠിക്കാറ്. ഞാനും വേറൊരു കുട്ടിയും കൂടി ഉണ്ടാവും. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇവരായിട്ട് കമ്പനിയായി. പിന്നെ ഇവരുടെ റൂമിലൊക്കെ ഇരുന്ന് സംസാരിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ഇവരുടെ അടുത്ത് ചോദിച്ചു, ഞാനിങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ചേച്ചി ഇങ്ങോട്ടേക്ക് വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇവരുടെ റൂമിൽ ഒരു 6 പേരുണ്ട്, ഞങ്ങൾ 2 പേരുണ്ട്, ഞങ്ങൾ 8 പേരും ചേർന്ന് പ്രാർത്ഥന തുടങ്ങി. ആദ്യമൊക്കെ എല്ലാവർക്കും കുറച്ച് ഉഴപ്പലൊക്കെ ആയിരുന്നു, പ്രാർത്ഥിക്കാൻ വരത്തില്ല, ഫോൺ വരും, അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് അങ്ങനെ കുറേയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവരും വരാൻ തുടങ്ങി. അങ്ങനെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നിട്ട് അമ്മ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ തിരിയിനകത്ത് രൂപമൊക്കെ വരും, എനിക്ക് ഫോട്ടോ എടുത്ത് അയക്കും. അപ്പം ഞാൻ ആലോചിക്കും ഞങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ വരണമെന്ന് ആഗ്രഹിക്കുമായിരുന്നു. പക്ഷേ കിട്ടുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല, പക്ഷേ ആഗ്രഹിക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അമ്മയടുത്ത് പറയും ഇവിടെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്, ചിലപ്പോൾ എഫക്റ്റ് ഉണ്ടാവില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അത്ര പോരായിരിക്കും, അതുകൊണ്ടായിരിക്കും മാതാവ് ഞങ്ങൾക്ക് വരാത്തതെന്ന്. പക്ഷെ ഞങ്ങൾ കുറച്ച് നാൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും പയ്യെ തിരുഹൃദയം വരാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം മാതാവിൻ്റെ രൂപം, എല്ലാ ദിവസവും ഞങ്ങൾക്ക് മാതാവിൻ്റെ രൂപം ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ച് പെട്ടെന്നൊരു പ്രാർത്ഥനയുടെ ഇടയിൽ അവൾ പെട്ടെന്ന് തല ഒരുമാതിരി ഒന്നും മിണ്ടാതെ സ്ലീപ്പ് പാരലൈസിസ് മാതിരി ആയിപ്പോവും. ആ എക്സ്പീരിയൻസ് അവൾ പറയും.
എൻ്റെ പേര് സിയ. ഞാൻ ചേച്ചിയുടെ ജൂനിയറാണ്. ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം ഞങ്ങളുടെ എക്സാമിൻ്റെ തലേ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്കെന്തോ സാധാരണ ഞാൻ പ്രാർത്ഥിക്കുന്ന രീതിയിലല്ല, അന്നത്തെ ദിവസം മുട്ടുകുത്തി കണ്ണടച്ച് എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് ആദ്യം എനിക്ക് വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു രൂപം ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പം എൻ്റെ മുന്നിൽ വന്നു. അത് കഴിഞ്ഞ് അപ്പം ഞാൻ നോക്കിയില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമല്ലേ, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം മാറി കൃപാസന മാതാവായി. അത് കഴിഞ്ഞിട്ട് എനിക്കറിയത്തില്ല, പെട്ടെന്ന് എൻ്റെ മാതാവ് എൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിക്കുന്ന പോലെ ഒരു രൂപം എൻ്റെ സ്വപ്നത്തിൽ വന്നു. ഞാൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടത്. ഇപ്പോഴും എനിക്കത് പറയുമ്പോൾ കോരിത്തരിക്കുക. ഞാൻ ഇന്നേ വരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു രീതിയായിരുന്നു അത്. ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, ചേച്ചിയാണ് ഉടമ്പടി എടുക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ കൂടെ പ്രാർത്ഥിച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് പ്രത്യക്ഷപ്പെട്ട് അടുത്ത ദിവസത്തെ എക്സാമിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് പറഞ്ഞു തന്നു സ്വപ്നത്തിൽ, പ്രാർത്ഥനയിലൂടെ. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥന തീരുന്ന വരെ ഞാൻ കണ്ണ് തുറന്നിട്ടില്ല. എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നു. അടുത്ത ദിവസത്തെ എക്സാമിൻ്റെ മാത്രമല്ല, 4 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ആ 4 സബ്ജക്റ്റിനും ഒരു 10 ക്വസ്റ്റ്യനേലും മിനിമം മാതാവ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിലൊരു പകുതി മുക്കാലും ഞങ്ങളുടെ എക്സാമിന് വന്നു. അങ്ങനെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കാലിലൊരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ പഴുത്ത് എനിക്ക് നടക്കാൻ പോലും പറ്റൂലായിരുന്നു. അതുപോലെ പഴുപ്പും ചോരയൊക്കെ വരുമായിരുന്നു എൻ്റെ ദേഹത്തൊക്കെ, വേറെ വേറെ കയ്യിലും കാലിലും ഒക്കെ വരുമായിരുന്നു. ഞാനപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്കത് വന്നിട്ടില്ല. അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ്റെ അമ്മയ്ക്ക് കുറേ നാളായിട്ട് നടുവേദനയാണ്, ഭയങ്കര നടുവേദനയാണ്, MRI ഒക്കെ എടുത്ത് നോക്കണം എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, അമ്മയുടെ അടുത്ത് ഇതുപോലെ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളിൽ തേൻ കൊണ്ട് കൊടുത്ത് അത് കഴിച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഇതുപോലെ തന്നെ ഒരു ധ്യാനം കൂടിയ സമയത്ത് അച്ഛനിങ്ങനെ പറയുണ്ടായി, നടുവേദനയുള്ള ഒരു മകളെ മാതാവ് സുഖപ്പെടുത്തി എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് അവൻ്റെ അമ്മയുടെ വേദന പയ്യെ കുറഞ്ഞു വന്നു. ഇതുപോലെ തന്നെ മിനിയാന്ന് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റായിരുന്നു. നല്ല മഴയും എല്ലാം ആയിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് കിട്ടുമെന്ന്. ഞാൻ അമ്മ മാതാവിൻ്റെ ഉപ്പ് ആ ഗ്രൗണ്ടിലും ഞാൻ കാറിലും ഇതുപോലെ തന്നെ 2 വീലറും ഒക്കെ ടെസ്റ്റിന് പോയപ്പോഴും ആ അമ്മ മാതാവിൻ്റെ ഉപ്പ് അവിടെ വെതറിയിട്ടാണ് ഞാൻ ടെസ്റ്റ് തുടങ്ങിയത്. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ അച്ഛൻ പറയണ പോലെ ഇറ്റ്സ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് മാത്രമാണ് ഈ 9-ാം തീയതി എൻ്റെ ടെസ്റ്റിന് ഞാൻ പാസ്സായത്. അതുപോലെ തന്നെ കുറേ എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിലും എല്ലാവർക്കും കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഈ സമയത്തൊന്നും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് മാതാവുമായിട്ട് എനിക്ക് കൂടുതൽ രമ്യതപ്പെടുവാനും കൂടുതലും ദൈവിക കാര്യങ്ങളിൽ ഏർപ്പെടുവാനും സാധിക്കും. അതുപോലെ തന്നെ അമ്മയായിട്ട് എനിക്ക് കൂടുതൽ ഐക്യത്തിൽ ജീവിക്കാനായിട്ട് ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത്, ഈ അമ്മ ഭയങ്കര ശക്തിയുള്ള അമ്മയാണ്. അമ്മയെക്കൊണ്ട് നമ്മൾ പറ്റില്ല എന്ന് വിചാരിക്കുന്ന എല്ലാ കാര്യവും ഈ അമ്മ മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ച അമ്മ മാതാവ് നേടിത്തരും. അതിൽ അനുഭവസ്ഥയാണ് ഞാൻ. ഉടമ്പടി എടുക്കാത്ത എനിക്ക് തന്ന അനുഭവങ്ങൾ ഇത്രയും. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താണേലും പ്രാർത്ഥിച്ചാൽ കിട്ടും. അമ്മ മാതാവിന് തിരുക്കുമാരന് 1000 നന്ദി. ഞങ്ങൾ ഇതേപോലെ തന്നെ എക്സാമിന് ഡെയിലി പഠിക്കും. ഞങ്ങൾ പഠിച്ചാലും എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, തലവേദന,
ഉറക്കക്ഷീണം, ഇതൊക്കെ കാരണം ആരെങ്കിലും എന്തെങ്കിലും മുടങ്ങിക്കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് സ്റ്റഡി അങ്ങനെ മുടങ്ങും. ഇവർ ഗ്രൂപ്പായിട്ട് പഠിക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും വേറെ ഇയർ ആയതുകൊണ്ട് ഞങ്ങൾ തനിയാണ് പഠിക്കുന്നത്. പഠിക്കുന്ന സമയത്താണെങ്കിൽ കൂടെ ഞങ്ങളൊരു ടൈം വെച്ചിട്ട് പ്രാർത്ഥന എത്തിക്കും. 7 മണി 7:30 എന്നുള്ളൊരു ടൈം ഉണ്ടെങ്കിൽ അതിനുള്ളിൽ എല്ലാ പണിയും തീർത്ത്, പഠിപ്പാണെങ്കിലും എന്താണെങ്കിലും ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചിരിക്കും. പ്രാർത്ഥന, ഒരു സാക്ഷ്യം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എണീക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് ചിലപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ആയിരിക്കും എക്സാം. അത് നോക്കുന്നില്ല ഞങ്ങൾക്ക് ഈ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മതി എന്നുള്ള രീതിക്ക് ഞങ്ങളുടെ പാതി എഫേർട്ട് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് വരുമോ ഇല്ലയോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇനി ചിലപ്പോൾ ഇനിയും കവർ ചെയ്യാനുണ്ടാവും, അതൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. ഈ ഒരു പ്രാർത്ഥന, പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ 5:30 എല്ലാവരും, ഒരാളെന്നല്ല എല്ലാവരും അലാറം വെച്ച് ഒരുമിച്ച് വന്നിരുന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഒരു ദിവസം പോലും ഒരാൾ ഒറ്റയ്ക്ക് എന്നുള്ള രീതിക്ക് പ്രാർത്ഥിച്ചിട്ടില്ല. ആദ്യം മാത്രം കുറച്ച് മടി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് ഒരുമിച്ചായിരുന്നു എല്ലാം. അങ്ങനെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും പാസ്സായി. ഞങ്ങൾ നല്ല മാർക്കോടെ തന്നെ പാസ്സായി. 3 സബ്ജക്റ്റിൽ 2 സബ്ജക്റ്റിന് ഡിസ്റ്റിങ്ഷനും 1 സബ്ജക്റ്റിന് പാസ്സായി ഞങ്ങൾ ഇറങ്ങി. അതിനുശേഷം ഇവർ തനിയായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബുക്കും ഒക്കെ ഞാൻ ഇവർക്ക് കൊടുത്തിട്ട് ഇറങ്ങിയത്. ഞാനില്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ വിടരുത്, ഞാൻ ഒരാൾ കാരണം തുടങ്ങിയത് നിങ്ങൾ നിർത്തരുതെന്ന്. ഞങ്ങൾ ഡെയിലി സാക്ഷ്യം കാണുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ എന്താണോ അതായിരിക്കും വരുന്നത്. അങ്ങനെ ഒരു ദിവസം സാക്ഷ്യം കാണുമ്പോഴാണ് ഇവിടെ വന്ന് ഇതേപോലെ തെലുങ്കാനയിൽ കുറച്ച് സ്റ്റുഡൻസ്, നഴ്സിംഗ് സ്റ്റുഡൻസ്, ഒരു 7-8 പേരോളം ഇതേപോലെ വന്ന് നിന്ന് സാക്ഷ്യം പറയുന്നത്. അന്ന് ഞങ്ങൾ തീരുമാനിച്ചാണ് ഞങ്ങൾ 2 ബാച്ചുകാരും പാസ് ഔട്ട് ചെയ്ത് ഇവിടെ വന്നാൽ ഞങ്ങൾ ഒരുമിച്ച് വന്ന് സാക്ഷ്യം പറയുമെന്ന്. ആ ഒരു ഇതിന് ശേഷം പിന്നെ ഞങ്ങളിപ്പോഴാണ് ഈ ഒരു ഫെബ്രുവരിയിലാണ് പാസ് ഔട്ടായി വന്നത്. അതിനുശേഷം ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത്. അതേപോലെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. പാവപ്പെട്ടവർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കുന്നത്. കാരണം ഞങ്ങൾക്ക് അപ്പോൾ ഉള്ളത് പോക്കറ്റ് മണി മാത്രമാണ്. അത് വെച്ചിട്ടാണ് ഞങ്ങൾ ചെറിയ രീതിക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പ്രാർത്ഥന കാര്യങ്ങളിലൊക്കെ എല്ലാവരും മടിയുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു. വീട്ടിലോ കുർബാനയ്ക്കോ ഒന്നും പങ്കെടുക്കാൻ അത്ര ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. ഇതിന് ശേഷം എല്ലാ ദിവസവും കുർബാന ഡെയിലി ഓൺലൈനിൽ കാണും. അതേമാതിരി അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കണ്ടാലും ഞങ്ങൾ രാവിലെ ഒരുമിച്ച് മുട്ടൂത്തിന്ന് പ്രാർത്ഥിക്കും. രാത്രി എല്ലാം ഒരേ സമയത്തിരുന്ന് പ്രാർത്ഥന എത്തിക്കും. സാക്ഷ്യം കാണും. ഇപ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് ചൊവ്വാഴ്ച എക്സാം ആണെങ്കിൽ കൂടെ ഞങ്ങൾ ഉച്ചയ്ക്ക് രാവിലത്തെ എക്സാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഇവർക്ക് എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾക്ക് രാവിലെ എക്സാം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഈവനിങ് ടൈം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ടൈമിൽ ഞങ്ങൾ ഒരുമിച്ച് വന്നിട്ട് ധ്യാനം കാണുന്ന സമയത്തൊക്കെ ഞങ്ങൾ ആലോചിക്കും, പഠിക്കാനുള്ള സമയമാണ് പോകുന്നത്, അടുത്ത ദിവസം എക്സാമാണ്, ലാസ്റ്റ് ടൈമിലുള്ള കവറപ്പാണ്, ഇതൊന്നും ഞങ്ങൾ നോക്കില്ല. ഞങ്ങൾ ധ്യാനം കണ്ടിട്ട് അതിനകത്തുനിന്ന് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്കത് ബെനിഫിറ്റ് ആയിരിക്കും. ഞങ്ങൾ എന്തായാലും അതിനകത്ത് എന്തെങ്കിലും ഞങ്ങൾക്കുള്ളത് ഉണ്ടാവും അച്ഛൻ്റെ കയ്യിലെന്നുള്ള രീതിക്കാണ് ഞങ്ങൾ എന്നും നോക്കിയിരുന്ന് കാണുന്നത്. അതേപോലെ തന്നെ ഡെയിലി ബ്രെഡിനകത്തും എന്തെങ്കിലും ഒന്ന് ഞങ്ങൾക്കുള്ളതുണ്ടാവും. ഞങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യനായിട്ട് ഇപ്പോൾ ഇവർക്കൊക്കെ ഉടമ്പടി എടുക്കാത്തതുകൊണ്ട് ആദ്യമൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ ഡെയിലി ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ട്, അങ്ങനെ പറയുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിലെന്തെങ്കിലും ഒന്ന് മാതാവ് അതിനകത്ത് കാണിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരാൾ കാരണം ഇത്രയും പേര് വന്ന്, അപ്പം എൻ്റെ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിനി തിരിച്ചു പോവുമോ, ഞാനില്ലാത്തതുകൊണ്ട് പോകുമെന്നായിരുന്നു. പക്ഷെ ഇവർ പോയില്ല. അവരിതുവരെ കണ്ടിന്യൂ ചെയ്ത് ഇപ്പോഴും അവർ കണ്ടിന്യൂ ചെയ്ത് ഇവർ 2 പേര് വന്നിപ്പോൾ ഉടമ്പടി ഇന്ന് എടുത്തു. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയാൻ വേണ്ടി ഭക്ഷണം വാങ്ങിക്കൊടുക്കുമായിരുന്നു പാവപ്പെട്ടവർക്ക്. പിന്നെ അതേപോലെ തന്നെ ഞാനിപ്പോൾ ജോലി കയറിയിട്ട് ഒരു 1 year ആയി. അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾക്ക് സാലറി കിട്ടി തുടങ്ങിയത്. ആ ഒരു സമയത്ത് എല്ലാ മാസവും ഞാൻ കോയമ്പത്തൂർ ഞങ്ങളുടെ ഒരു ചർച്ചുണ്ട്, ആ ചർച്ച് പണി നടക്കുവാണ്. അതിനുള്ള ഒരു ചെറിയ എമൗണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കുള്ള ഒരു എമൗണ്ട് ഞാൻ എല്ലാം വന്ന് ഇട്ട് കൊടുക്കും. പിന്നെ ആത്മീയമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി പള്ളി പോവൽ, കുർബാന, കുമ്പസാരം എല്ലാത്തിലേക്കും കയറി വന്നു. പണ്ടൊക്കെ ഭയങ്കര മടിയാണെങ്കിലും ഇപ്പോൾ വീട്ടിൽ വന്നാൽ കൂടെ പ്രാർത്ഥന എത്തിക്കാനാണെങ്കിലും ആരെങ്കിലും ഒരാൾ മടിഞ്ഞാലും പിടിച്ചു നിർത്തും. പാട്ട് പാടി ആസ്വദിച്ചാണ് ഞങ്ങൾ കൊന്ത ചൊല്ലി അത് കഴിഞ്ഞതിന് ശേഷം സുവിശേഷം വായിച്ച് 2 പാട്ടൊക്കെ പാടി ഭയങ്കര എൻജോയ് ചെയ്ത് നമ്മളൊരു കഥ പറഞ്ഞ് കേട്ടിരിക്കുന്ന മാതിരിയാണ് ഞങ്ങൾ കൊന്ത ചൊല്ലി തീർത്തുകൊണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു ആത്മീയമായിട്ടുള്ള വളർച്ച. പിന്നെ എനിക്ക് ചെറുപ്പം തൊട്ട് അലർജി ഉണ്ടായിരുന്നു. ഡസ്റ്റ്, അങ്ങനെ മൂക്കിലെ ദശ വളരുന്ന മാതിരി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ സർജറി ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ അനിയത്തി ചെയ്തായിരുന്നു. പക്ഷെ എനിക്ക് സർജറിയും കാര്യങ്ങളൊക്കെ പേടിയായതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് പോയില്ലായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു പ്രായം കഴിയുമ്പോൾ ഇത് ഭയങ്കര ഡിഫിക്കൽട്ടി ആവും, കാരണം ആ ചേച്ചിക്ക് ഭയങ്കര ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയാണ്, അപ്പോൾ അതുകൊണ്ട് നിനക്കും അങ്ങനെ വരും, അതുകൊണ്ട് പൊടിയും കാര്യങ്ങളൊന്നും അധികം അടുപ്പിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ
അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. ഇപ്പം എനിക്ക് ഒരു 5-6 വർഷമായിട്ടുണ്ടാവും. ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. എനിക്കിപ്പോൾ തുമ്മലില്ല, ജലദോഷമില്ല, ഒരു അസുഖവും ഇല്ല. അതെല്ലാത്തിൽ നിന്നും മാതാവ് എന്നെ സംരക്ഷിച്ചു കൊണ്ടുവന്നു ഇവിടം വരെ. ഇപ്പോഴും മാതാവിൻ്റെ മക്കളായിട്ട് തന്നെ ഞങ്ങൾ ഇനിയും കണ്ടിന്യൂ ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തിരക്കേറിയ ജീവിതമാണെങ്കിൽ കൂടെ ഇച്ചിരി നേരം മാതാവിൻ്റെ അടുത്ത് വരാനാണെങ്കിൽ കൂടെ ഒരു 2 ദിവസം ഞാൻ അവിടെ നിന്ന് ലീവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയിട്ട് അടുത്ത ദിവസം ഞാൻ കൃപാസനത്തിലായിരിക്കും വരുന്നത്. ഉടമ്പടി എടുക്കാനോ ഒന്നുമല്ല, ചുമ്മാ ഇവിടെ നിന്ന് കുറച്ചു നേരം പ്രാർത്ഥിക്കും, മാതാവിനോട് സംസാരിക്കും, കുറച്ചു നേരം കരയും. എന്തെങ്കിലും സ്ട്രെസ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നങ്ങ് കരഞ്ഞ് തീർത്ത് ഒരു റിലീഫായിട്ട് ഇവിടെ നിന്ന് നേരെ ഇറങ്ങുന്നത്. ഇത്രയും നന്ന മാതാവിനും തിരുകുമാരനും 1000 നന്ദി. ഇനിയും ഈ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെയും എൻ്റെ കൂട്ടുകാരെയും ഇതേപോലെ തന്നെ കൊണ്ടുവരണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. സങ്കീർത്തനം 52:9 ദൈവസന്നിധിയിൽ പ്രത്യാശ വെച്ച് ഉടമ്പടി ജീവിതം നയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പുത്തൻ വഴികൾ തുറന്നു തരുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-31 പറയുന്നത് പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഇന്നത്തെ നമ്മുടെ യുവജനങ്ങൾ ഒരുപക്ഷെ നട്ടോട്ടം ഓട്ടുന്നത് ഒരല്പ സന്തോഷത്തിന് സമാധാനത്തിന് വേണ്ടിയായിരിക്കാം. പക്ഷേ ഈ കൊച്ചുമക്കൾ ഉടമ്പടിയിൽ ചെറിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഈശോയും അമ്മയും കൂടെ നിന്ന് അവർക്ക് ശക്തി നൽകുകയും കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരാനുള്ള ഒരു ധൈര്യം നൽകുകയും ഓടിയാലും ക്ഷീണിക്കാത്ത, നടന്നാലും തളരാത്ത ഒരു ആത്മീയ യാത്രയിലൂടെയാണ് ഇവരെ വഴിതെളിക്കുന്നത്. കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈ മക്കൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹം, പ്രത്യേകിച്ചും ഈ പരീക്ഷകൾ എഴുതാൻ പോകുമ്പോഴെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം നെറ്റിയിൽ തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയാണ് ഈ മക്കളെല്ലാവരും പരീക്ഷയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. 2 ബാച്ചായിട്ട് ഇവിടെ വന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്നും പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ദൈവത്തിൻ്റെ കൃപയാൽ ഈ മക്കളെല്ലാം BSc എക്സാം കംപ്ലീറ്റായി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ സന്നിധിയിൽ വന്ന് നിൽക്കുന്നത്. കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ് എത്രമാത്രമുണ്ട് ഈ മക്കളുടെ ജീവിതത്തിൽ. ആ ഇൻഫ്ലുവൻസാണ് ലഭിച്ച അനുഗ്രഹം മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്തുകയും മറ്റുള്ളവരെയും കൂടെ നല്ല ഒരു വഴിയിലേക്ക് നയിക്കുവാനും ചെയ്യുവാനുള്ള ഒരു കൃപയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. ആ കൃപയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാനും പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കുവാനും ഉള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾക്കും ആ അനുഗ്രഹവും കൃപയും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹീരയ്ക്കും ഈ കൂട്ടുകാർക്ക് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾ, പ്രത്യേകിച്ചും ഹീരയ്ക്ക് രോഗസൗഖ്യവും ലഭിച്ചു. ഈ എക്സാം പാസ്സാകാനും ഈ കൂട്ടുകാർക്കുള്ള ആ ദൈവ വഴിയിലേക്ക് നടത്തിയ